എന്നെ വിശ്വാസ ജീവിതത്തിൽ കർത്താവ് ആദ്യം സന്ദർശിക്കുന്ന സമയം ഞാൻ തിരുവല്ലയിൽ പഠിച്ചു കഴിഞ്ഞ് പബ്ലിക് എക്സാമിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുന്നവേലി ഞങ്ങളുടെ CSI പള്ളിയിൽ അവിടെ കൺവെൻഷൻ നടത്തി സ്കൂളിൽ വെച്ച് അന്ന് ദൂരെ എവിടുന്നോ തമിഴ്നാട്ടിൽ നിന്നോ എവിടെ നിന്ന് പ്രാസംഗികർ വന്ന് പ്രസംഗിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് എന്നോട് ഇടപെട്ടു. ഞാൻ വിശ്വാസത്തിൽ അന്നൊരു തീരുമാനം, ദൈവത്തെ സ്നേഹിക്കുക. രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ എഴുന്നേറ്റ് എന്ന് ഏറ്റു പറഞ്ഞൊന്നുമില്ലെങ്കിലും ഹൃദയത്തിൽ കർത്താവിനെ സ്വീകരിച്ചെന്ന് എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് തൊട്ട് ദൈവത്തോട് ഒത്തിരി അടുക്കുവാൻ തുടങ്ങി. പ്രാർത്ഥനയും വലിയ കാര്യമായിട്ട് പ്രാർത്ഥിക്കും, ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങി. പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാം പഠിച്ചു, നല്ലതായിട്ടെല്ലാം പഠിച്ചു. പരീക്ഷയ്ക്ക് വേണ്ടി വിശ്വാസത്തോടെ എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് മണക്കാലയിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ പരീക്ഷ. ഞാൻ തുമ്പോൺ അമ്മയുടെ ചേട്ടത്തിലെ വീട്ടിൽ പോയി അവിടുന്ന് അടൂരിറങ്ങി മണക്കാലയിൽ പോയി അങ്ങനെ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത്. ആദ്യത്തെ പരീക്ഷ കണക്കിൻ്റെ പരീക്ഷയാണ്. 10 വിഷയമാണ് മൊത്തം. എല്ലാം നല്ലതായിട്ട് പഠിച്ചു. വലിയ പ്രാർത്ഥന, വലിയ വിശ്വാസം, ദൈവം എല്ലാം അത്ഭുതം ചെയ്യും. എന്നാൽ ആദ്യം കണക്കിൻ്റെ പരീക്ഷ വന്നപ്പോൾ ഭയങ്കര ഹാർഡായിട്ട് വന്നു. തോറ്റുപോകും നല്ല ഉറപ്പ്. അന്നേരം പ്രാർത്ഥനയും ഇത്രത്തോളം പ്രാർത്ഥിച്ചതെല്ലാം വെറുതെ ആയിപ്പോയോ? ആ വിശ്വാസവും അങ്ങ് തണുത്തൊന്നുമില്ലാത്തൊരവസ്ഥയിൽ വന്നു. വെറുതെ ഇത്രയും നാളും പ്രാർത്ഥിച്ചത് ചുമ്മാതാന്നൊരു തോന്നൽ വന്നു. പരീക്ഷ എല്ലാം കഴിഞ്ഞു, എല്ലാ പരീക്ഷയ്ക്കും പോയി. കണക്ക് മാത്രം ഒത്തിരി ഹാർഡായിരുന്നു, മറ്റുള്ളതെല്ലാം വളരെ ഈസി ആയിരുന്നു. റിസൾട്ട് വന്നു, ഫെയിലായിപ്പോയി. മാർക്ക് ലിസ്റ്റ് വന്നപ്പോൾ കണക്ക് ജയിച്ചു. ആ ഗ്രൂപ്പ് 3 വിഷയമാണ്, 4 ഗ്രൂപ്പ് ഉള്ളതിൽ കണക്കുണ്ടായിരുന്നു. കണക്കിനും ജയിച്ചു, ആ ഗ്രൂപ്പ് മുഴുവൻ കിട്ടി. വേറെ 2 ഗ്രൂപ്പിലായിട്ട് 2 വിഷയം തോറ്റുപോയി. ദൈവം എന്നെ അവിടെ കാണിച്ചു തന്നത്, ഞാൻ ഈ കണക്കിന് ആദ്യത്തെ ദിവസം കണക്കായിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എക്സാം എഴുതി. ഏറ്റവും ഹാർഡായിരുന്ന വിഷയം, പക്ഷേ തോറ്റുപോകാൻ നല്ല ഉറപ്പ്, വളരെ ഹാർഡായുണ്ട്. അതുകൊണ്ട് മറ്റുള്ള വിശ്വാസം എല്ലാം പോയി, അതുകൊണ്ട് പ്രാർത്ഥനയോടെ നിർത്തി. മറ്റുള്ള വിഷയത്തിനെല്ലാം പ്രാർത്ഥിക്കാതെ തന്നെ പോയി പരീക്ഷ. കാര്യം പ്രാർത്ഥിക്കുന്ന ഒരു ഗുണമില്ല എന്ന് തോന്നി. എല്ലാം വളരെ ഈസി ആയിരുന്നു. റിസൾട്ട് വന്നപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങിയ വിഷയം ജയിച്ചു. ഏറ്റവും ഹാർഡായിരുന്ന വിഷയം ജയിച്ചു. ആ ഗ്രൂപ്പിലെ മുഴുവൻ വിഷയത്തിനും ജയിച്ചു. വേറെ ഈസി ആയിരുന്ന 2 ഗ്രൂപ്പിലെ 2 വിഷയം പോയി, 2 ഗ്രൂപ്പ് അങ്ങ് പോയി. അന്ന് എന്നെ ദൈവം വിശ്വാസം പഠിപ്പിച്ചു. ഒരു തീരുമാനമെടുത്തു, ജീവിതത്തിൽ ഇനി എന്തു തന്നെ വന്നാലും പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമേ ചെയ്യത്തുള്ളൂ, ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യത്തുള്ളൂ. ദൈവം എന്നെ പഠിപ്പിച്ചോടെ. അടുത്ത 2ാമത് എക്സാമിന് പോയി. പന്തളത്തെ പോളിടെക്നിക്കിലാണ് എക്സാമിന് പോയത്. അടുത്ത 2 ഗ്രൂപ്പിൽ പോയി. ആ ഗ്രൂപ്പിലുള്ള എല്ലാ വിഷയത്തിനും എഴുതണം. അങ്ങനെ അവിടെ പോയി. അവിടെ മെക്കാനിക്കൽ ടെക്നോളജി വന്നപ്പോൾ ഒത്തിരി ഹാർഡായിരുന്നു. എനിക്ക് പഴയ ഓർമ്മയുണ്ട്, എത്ര ഹാർഡായാലും പ്രാർത്ഥിച്ച് ദൈവത്തിൽ വിശ്വസിച്ചിരിക്കും, തോറ്റാലും ജയിച്ചാലും. അങ്ങനെ ഹാർഡായിരുന്ന സബ്ജക്റ്റ് ഒത്തിരി പ്രയാസമായി തോന്നിയെങ്കിലും റിസൾട്ട് വന്നപ്പം എല്ലാത്തിനും പാസ്സായി. എന്നെ ദൈവം വിശ്വാസത്തിൽ അങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവന്നു. ഓരോ സമയം കർത്താവിനെ കാണിച്ചു കൊണ്ട് തന്നു. അതിനുശേഷം എല്ലായിടത്തും പ്രാർത്ഥിച്ച, ദൈവത്തിൽ ആശ്രയിച്ച എല്ലാ കാര്യവും. അങ്ങനെയാണ് അന്ന് മുതൽ ഇന്ന് വരെയും ദൈവം എന്നെ അത്ഭുതമായിട്ട് നടത്തുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യങ്ങൾ എല്ലാ സ്ഥാനങ്ങളിലും അനുഭവിച്ചറിയുന്നു. കർത്താവിൻ്റെ ആ മഹത്വം ദൈവം എന്നെ എപ്പോഴും കാണിക്കുന്നു. ദർശനങ്ങളെ നൽകുന്നു, വെളിപ്പാടുകളെ നൽകുന്നു. നല്ല ഇടയനായിട്ട് കൂടെ ഇരുന്ന് കരം പിടിച്ച് നടത്തുന്നു. അങ്ങനെ ഞാൻ കുവൈറ്റിൽ വന്ന സമയം വരെ
മുന്നുള്ള വേറെ സാക്ഷ്യത്തിൽ പറഞ്ഞതുകൊണ്ട് ഇനി കുവൈറ്റിൽ വന്ന അന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇനിയും പറയാം. ദൈവത്തിന് സ്തോത്രം. മനോഹരം യാഗേ നിന്റെ ആലയം, എന്തോരാനന്ദം തവ പ്രാകാരങ്ങളിൽ. മനോഹരം യാഗേ നിന്റെ ആലയം, എന്തോരാനന്ദം തവ പ്രാകാരങ്ങളിൽ. ദൈവമേയൻ ഉള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേയൻ ഉള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്ക് എന്നും പരിചയാം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്ക് എന്നും പരിചയാം. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ മീവൽ പാഴ്ചയ്ക്കും ചെറുകുരുകിലിനും. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ മീവൽ പാഴ്ചയ്ക്കും ചെറുകുരുകിലിനും. രാവിലെ നീ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടും ഞാൻ. രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്ക് എന്നും പരിചയാം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്ക് എന്നും പരിചയാം. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലേ, ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാൽ. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലേ, ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാൽ. കണ്ണുനീരും കഴുമരമെല്ലാം മാട്ടും അനുഗ്രഹമായി. കണ്ണുനീരും കഴുമരമെല്ലാം മാട്ടും അനുഗ്രഹമായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്ക് എന്നും പരിചയാം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്ക് എന്നും പരിചയാം. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. ബോംബെയിൽ നിന്ന് ആദ്യം കുവൈറ്റിൽ ചെന്ന് KNPC-യിലെ 2 വർഷത്തെ കോൺട്രാക്റ്റ് ആയിരുന്നു. 2 വർഷത്തെ കോൺട്രാക്റ്റ് കഴിഞ്ഞപ്പോൾ ആ ജോലി, ആ കോൺട്രാക്റ്റ് അവരുടെ നഷ്ടപ്പെട്ടു, വേറെ ഒരു കമ്പനിക്ക് പോയി. നേരം കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും തിരിച്ച് ബോംബെക്ക് പോകേണ്ട അവസ്ഥ വന്നു. ചിലർക്കൊക്കെ അവിടെ KOC-യിലേക്ക് അവിടെ ഇവരുടെ സെയിം കമ്പനിയുടെ തന്നെ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. ഞാനും എന്താണ് ചെയ്യണമെന്ന് അറിയാം, തിരിച്ചല്ലേ നാട്ടിൽ പോകണം. നേരം ദൈവം എന്നോട് ഒരു വചനം സംസാരിച്ചു. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതെ ഇരിക്കുമോ? അവർ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല, നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കൂടെയുള്ളവരൊക്കെ പോകാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. KOC-യിൽ ഇവരുടെ ജോലിയുണ്ട്. ഓയിൽ ഡ്രില്ല് ചെയ്യുന്ന സ്ഥലമാണ് അത്. അവിടെയും ഈ കമ്പനിയുടെ മെയിൻ്റനൻസ് ഉണ്ട്. അവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സോളമൻ എന്ന് പറഞ്ഞ ആൾ, ഇപ്പം അദ്ദേഹം ചിക്കാഗോയിലുണ്ട്.
ജോണി അങ്കിൾ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം നാട്ടിലാണ്. അവർ രണ്ടുപേരും ആ സെക്ടറിൽ അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. എന്നെ ഉള്ള പരിചയത്തിൽ എനിക്ക് അവിടുത്തെ എഞ്ചിനീയറോട് പറഞ്ഞിട്ടോ എന്നെ KOCയിലേക്ക്, അവിടുത്തെ മെയിൻ്റനൻസിലേക്ക് അവിടെ ജോലി ശരിയാക്കി തന്നു. കൂടെയുള്ളവരെ നല്ല ഒത്തിരി 95% ആൾക്കാരും തിരിച്ചുപോയി. ദൈവം എനിക്ക് അവിടെ KOCയിലേക്ക് ജോലി ചെയ്യാനായിട്ട് അവസരമൊക്കെ തന്നു. 3 വർഷം അവിടെ ഇലക്ട്രീഷ്യനായിട്ട് ജോയിൻ ചെയ്തു. പിന്നീട് IT ഫോർമാനായിട്ടോ ദൈവം എന്നെ നടത്തി. അതെല്ലാം ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങളായിരുന്നു. അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഒത്തിരി അത്ഭുതങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അവിടെയൊക്കെ കർത്താവ് ചില പ്രയാസങ്ങളിൽ കൂടി കടത്തി വിട്ടിട്ട് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ. അതിലൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവം ചെയ്യുന്ന പ്രവർത്തികൾ. ഞാനന്ന് അവിടെ ചെല്ലുമ്പോൾ എന്നെ ഒരു സെക്റ്റിൽ അഹമ്മദിയിൽ അതിൻ്റെ ഹെഡ് ഓഫീസോ മെയിൻ ഓഫീസെല്ലാം അവിടെയാ. ഫീൽഡ് എന്ന് പറയുമ്പോൾ ഒത്തിരി ദൂരം. മനകേഷൊക്കെ പറയും അത് സൗദിയുടെ ബോർഡറിലൊക്കെ. ഞങ്ങൾ ഇവിടെ നിന്ന് രാവിലെ അങ്ങ് പോവും, വൈകിട്ട് തിരിച്ചു വരത്തുള്ളൂ. അങ്ങനെ സ്ഥലത്താ ഞാൻ പോയി. എന്നെ ചെല്ലുന്നിടത്തെല്ലാം ദൈവം എന്നെ 1ാം നമ്പർ ആയിരിക്കും. അവിടെ നിന്ന് ഈ അഹമ്മദിയിൽ അതിൻ്റെ എല്ലാ സ്റ്റോറുകളെല്ലാം അവിടെ ഒരു കേബിൾ വേണമായിരുന്നു മാറിയിടാനായിട്ട്, വലിയ നീളമുള്ള കേബിള്. എൻ്റെ കൂടെ 5-8 പേരെയും തന്ന് അഹമ്മദിക്ക് വിട്ടു. ഞാനാ അതിൻ്റെ ലീഡർ. കേബിള് കൊണ്ടുപോകണം. കേബിൾ ഞങ്ങൾ വലിയ ഡ്രമ്മിൽ നിന്ന് അഴിച്ചെടുക്കുമ്പോൾ അതിന് വണ്ടിയെ കെട്ടി ഒരു ട്രക്കിൻ്റെ പുറകിൽ കെട്ടി വലിച്ചപ്പോൾ ഇടയ്ക്ക് വെച്ച് അങ്ങ് ട്വിസ്റ്റായിപ്പോയി കേബിള്. അപ്പോൾ ഞാൻ എൻ്റെ ഫോർമാനോട് വിളിച്ച് പറഞ്ഞു, എൻ്റെ സീനിയർ ഫോർമാൻ, ഇതുപോലെ സംഭവിച്ചു, അത് മുറിക്കണമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹം ചോദിച്ചെന്നാ മുറിക്കണമായിരിക്കുമോ എന്ന് ചോദിച്ചിങ്ങനെ ട്വിസ്റ്റായിപ്പോയി കേബിൾ എടുത്തപ്പോൾ. അദ്ദേഹം പറഞ്ഞു അങ്ങനെ പറഞ്ഞു മുറിക്കാൻ പറഞ്ഞു. അന്നേരം ഞങ്ങൾ ഇത് വരിക്ക് നടുക്ക് വെച്ച് മുറിച്ചു. തിരിച്ചത് 2 പീസായിട്ട് അവിടെ കൊണ്ടുവന്നു. കേബിളിൽ ജോയിൻ ചെയ്യാം. അദ്ദേഹം പറഞ്ഞത് മുറിച്ചാൽ ജോയിൻ ചെയ്യണമായിരിക്കുമല്ലോ. അന്നേരം ജോയിൻ ചെയ്യാവുന്നൊരു കണക്ക് മനസ്സിൽ ഇങ്ങനെ വന്നു, ജോയിൻ ചെയ്യാം. ഞങ്ങൾ കേബിൾ മുറിച്ച് കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ KOCയുടെ വലിയ എഞ്ചിനീയർ, അയാൾക്ക് ഭയങ്കര ദേഷ്യം. കേബിൾ ജോയിൻ ചെയ്ത് കൊടുത്താൽ ഇടാൻ പറ്റത്തില്ല, അത് പ്രശ്നം ഉണ്ടാക്കും. ബൈ ചാൻസ് ഒക്കെ ജോയിൻ ചെയ്യത്തുള്ളൂ. അദ്ദേഹം പറഞ്ഞു എന്നെ അവിടുന്ന് വിട്ടേക്ക്, അവിടുന്ന് ജോലിക്ക് വെക്കണ്ട. എന്നെ തിരിച്ച് നേരെ അഹമ്മദിക്ക് വിട്ടു. അതൊരു വലിയ പ്രയാസമായി പോയി. കാര്യം ഞാൻ അത് ചെയ്തത് കേബിൾ നടുക്ക് വെച്ച് മുറിച്ച് കളഞ്ഞു. തിരിച്ചെന്നെ ഇനി അഹമ്മദിയിൽ വിട്ടു. എന്നെ അവിടെ അഹമ്മദി ആക്ച്വലി അവിടെ ഇതിൻ്റെ എല്ലാം മെയിനായിട്ടുള്ള ആളുകളും ജോലികളെല്ലാം മെയിനായിട്ടുള്ള, ഞാനങ്ങ് ദൂരമായിരുന്നു. നേരെ ഒരു പ്രശ്നത്തിൽ കൂടി കടത്തി വിട്ടിട്ട് എന്നെ അവിടുന്ന് ഓടിച്ചു. തിരിച്ചിവിടെ വന്നു. ഇവിടെ വന്നേ പിന്നെ എന്നെ IT ഫോർമാനൊക്കെ ആക്കിയത്. അവിടെ നിൽക്കുമ്പോഴാണ് ഞാൻ അമേരിക്കയ്ക്ക് വിസിറ്റിംഗ് വിസ വന്നു. 87 അതെ, ആ സമയത്ത്. അതിന് എംബസിയിലൊക്കെ പോകണമെങ്കിൽ ഞാൻ അങ്ങ് മനേഷിലായിരുന്നു, ദൂരെയായിരുന്നെങ്കിൽ പോക്കായിരുന്നു പറ്റത്തെ. അപ്പോൾ ഈ അഹമ്മദിയിലായിരിക്കുമ്പം ഇതിനിടയ്ക്കുള്ള സമയത്ത് ഞാൻ ഡ്രൈവറെ വിളിച്ചുകൊണ്ട് എംബസി അങ്ങനെയൊക്കെ വിസയൊക്കെ എടുത്തിട്ടുള്ളത്. അന്നേരം ഞാൻ ഓർത്ത് ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ. ദൂരെ കിടന്ന് എന്നെ ഒരു പ്രശ്നത്തിലാക്കിയിട്ട് എൻ്റെ ക്രമീകരണത്തിന് വേണ്ടി എല്ലാം കൊണ്ടുവന്നു. ജോലിയിൽ ഉയർച്ചയും തന്നു, ഓഫീസിലൊക്കെ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നു. കർത്താവ് നടത്തിയ വഴികൾ. ജീവിതത്തിൽ ചിലപ്പോൾ പ്രയാസങ്ങൾ തരുമായിരിക്കും, വരുമായിരിക്കും. വചനം പറയുന്ന പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കോ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അങ്ങനെ 88-ലായിരിക്കും ഒരു വിഷയത്തിൽ ഞാനിവിടെ വിസിറ്റിന് വന്ന് 2 മാസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. തിരിച്ചങ്ങ് കുവൈറ്റിൽ പോവുകയും ചെയ്തു. ആ സമയത്തൊക്കെ കർത്താവ് പിന്നെയും എനിക്ക് ദർശനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. യുദ്ധത്തിന് മുമ്പ് കർത്താവ് ഒരു ദിവസം ഒരു ദർശനത്തെ കാണിച്ചു. കൂട്ടായ്മയിലുണ്ട് എല്ലാവരെയും കാണിച്ചിട്ട് കൂട്ടായ്മക്കാരെല്ലാം ചെതറി പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു.
ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നു, എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുന്നു. അന്നേരം എൻ്റെ അമ്മയും എൻ്റെ മൂത്ത പെങ്ങളും കൂടെ വന്ന് എന്നെ വിളിച്ചോണ്ട് പോകുന്നതായിട്ടൊരു സ്വപ്നത്തിൽ എന്നെ കാണിച്ചു. അതെല്ലാം അതേപോലെ സംഭവിച്ചു. യുദ്ധ സമയത്തിലോ എല്ലാം വിട്ടു കൂട്ടായ്മക്കാരൊക്കെ ഞങ്ങളുടെ ജീവനാ. എല്ലാം കൂട്ടായ്മ എന്ന് പറയാം, അങ്ങനെ അന്യോന്യ സ്നേഹവും കരുതലും അതൊരു വലിയ അത്ഭുതമായിരുന്നു. അവരെല്ലാം വിട്ടുപോയ സമയം കാണിച്ചു. അന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തതേ ഇല്ല. അമ്മ എന്ന ഇവിടെ വന്ന് വിസിറ്റിന് അമേരിക്ക വന്നിരുന്നു. അങ്ങനെ അമ്മയും പെങ്ങളും കൂടെ കൂടിയാണ് എനിക്കിവിടെ വിസ ഒക്കെ ശരിയാക്കി ഇങ്ങോട്ട് ഞാൻ കുവൈറ്റിലേക്ക് ഫയൽ ചെയ്തെങ്കിലും യുദ്ധ സമയത്തോ അതെല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ മദ്രാസിലേക്കെല്ലാം ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ 91 അമേരിക്കയിൽ വരുന്നത്. കുവൈറ്റിൽ ഇങ്ങനെ യുദ്ധത്തിന് മുമ്പ് തന്നെ പല പ്രാവശ്യം 3 പ്രാവശ്യം എന്നെ സ്വപ്നത്തിൽ കാണിച്ചിട്ടുണ്ട്. നാട്ടിൽ പോകുന്നു. നാട്ടിൽ ചെന്നപ്പം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, കയ്യിലൊന്നുമില്ലാതെ പോകുന്നത്. സാധാരണ ഗൾഫിൽ നിന്ന് നാട്ടിൽ പോകുമ്പം പെട്ടി നിറച്ച് സാധനമായിട്ട് പോകും. പക്ഷെ 3 പ്രാവശ്യം സ്വപ്നത്തിൽ കാണിച്ചു ഒന്നുമില്ലാതെ ചെല്ലുന്നതായിട്ട്. യുദ്ധ സമയത്ത് അതേപോലെ സംഭവിച്ചു. തുണികൾ ഒരു പെട്ടിയെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഞാൻ ആ ഒരു പെട്ടിക്കകത്ത് എൻ്റെ ഒരു വലിയ സീരി ഉണ്ടായിരുന്നു, അത് എടുത്തു വെച്ചു. ബാക്കി ഏതാണ്ട് തുണികളൊക്കെ വെച്ചു. ഒരു കടകളൊന്നും ഇല്ല അന്ന് കുവൈറ്റിൽ, എല്ലാം അടച്ചു പൂട്ടിപ്പോയി. ഒന്നുമില്ലാതെ യോർദാനിൽ കൂടി ഇറാഖിൽ കൂടെ ബസ്സിൽ പോയി യോർദാനിൽ ചെന്നിട്ട് യോർദാനിൽ ഒരു 5 ദിവസം യോർദാനിൽ ക്യാമ്പിൽ താമസിച്ചു. അന്നെല്ലാം ദൈവം അത്ഭുതമായിട്ട് ഞങ്ങളെ കാര്യം 1 മാസം കഴിഞ്ഞാൽ കുവൈറ്റിൽ ഞങ്ങൾ പോകുന്നത്. അന്നേരത്തേക്ക് യോർദാനെല്ലാം നല്ല ക്രമീകരണമൊക്കെ വന്നു. ആദ്യം പോയവർക്കൊക്കെ പ്രശ്നമായിരുന്നു. ഞങ്ങൾ ഒരു ടൂറിന് പോകുന്ന പോലെ പോയുള്ളൂ. എൻ്റെ കസിന് മോളമാമ എന്ന് പറയുന്ന കാലിഫോർണിയയിലുണ്ട്, ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ ഒന്നിച്ചാ പോയത്. ബസ്സിൽ പോയി. അമ്മാമ എനിക്ക് ബസ്സിൽ വെച്ച് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പോയപ്പം ചിക്കനൊക്കെ വറുത്തൊക്കെ എടുത്ത് തരുമ്പോൾ ഞാനത് ഇത്രയും കരുതി പോയത്. എല്ലാവരും ഡെസേർട്ടിൽ കൂടെ കഷ്ടപ്പെട്ട് നാട്ടിൽ പോയപ്പോൾ ദൈവം എന്നെയും അത്ഭുതമായി നടത്തി. കൂടെ പോകാനും ഒരു പ്രശ്നവും കൂടാതെ ഒരു ടൂറിന് പോകുന്ന പോലെ ഞങ്ങൾ പോയി. യോർദാനി വന്ന് ക്യാമ്പിൽ കിടന്നപ്പം അവിടെ പിള്ളേർക്കെല്ലാം പാല് കൊടുക്കും, വലിയവർക്കൊക്കെ എല്ലാം ഫുഡൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ക്യാമ്പുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നേരെ അമ്മാമ എനിക്ക് വേണ്ടി പാലെടുത്ത് തന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. കർത്താവ് അത്രമാത്രം അത്ഭുതമായിട്ട് നടത്തി. ഞങ്ങൾ എയർ ഇന്ത്യ പ്ലെയിനിൽ ബോംബെയിൽ ചെന്നു. ബോംബെയിൽ നിന്ന് സ്പെഷ്യൽ ട്രെയിനിൽ നാട്ടിൽ പോയി. അങ്ങനെ കുവൈറ്റിൽ നിന്ന് യുദ്ധ സമയത്ത് നാട്ടിൽ കടന്നുപോയി. യാഗം ദൈവം സ്തുതിക്കു യോഗ്യൻ, ഉണ്ടാകയില്ലൊരിക്കലും. ജലം നൽകി പുൽപ്പുറങ്ങളകി ജയത്തോടെ നടത്തുന്നേ. ജലം നൽകി പുൽപ്പുറങ്ങളകി ജയത്തോടെ നടത്തുന്നേ. വന്നു പുകഴ്ത്തിടേ വിശുദ്ധരേ, വന്നു കണ്ടേരിപ്പോൾ തന്മുഖ സൗന്ദര്യം. വിശുദ്ധ സംഘമെല്ലാം അണിനിരന്നുകൊണ്ട് യാഹ്നാമമുയർത്തിടാം. വിശുദ്ധ സംഘമെല്ലാം അണിനിരന്നുകൊണ്ട് യാഹ്നാമമുയർത്തിടാം. യാഹം ദൈവം പ്രേക്ഷയുടെയൻ, ഇമ്മാനുവേലൻ കൂടുള്ളവൻ. നന്മ പ്രവഹിക്കും ദയ പിന്തുടരും, ആലയത്തിൽ വസിക്കും നിത്യം. നന്മ പ്രവഹിക്കും ദയ പിന്തുടരും, ആലയത്തിൽ വസിക്കും നിത്യം. വന്നു പുകഴ്ത്തിടേ വിശുദ്ധരേ, വന്നു കണ്ടേനിപ്പോൾ തന്മുഖ സൗന്ദര്യം. വിശുദ്ധ സംഘമെല്ലാം അണിനിരന്നുകൊണ്ട് യാഹ്നാമമുയർത്തിടാം.
സംഘമെല്ലാം അണിനിരന്നുകൊണ്ട് യാഹുനാമമുയർത്തിയിടാം. യാഹം ദൈവം സിയോനിൻ ദൈവം പ്രാണനെ തണുപ്പിക്കുന്നവേ കണ്ടിരുനാമത്താൽ നീതിപാതകളിൽ ജയത്തോടെ നടത്തുന്നേ. കണ്ടിരുനാമത്താൽ നീതിപാതകളിൽ ജയത്തോടെ നടത്തുന്നേ. വന്നു പുകഴ്ത്തിടേ വിശുദ്ധരേ, വന്നു കൺമേനി പോൽ തന്മുഖ സൗന്ദര്യം. വിശുദ്ധ സംഘമെല്ലാം അണിനിരന്നുകൊണ്ട് യാഹുനാമമുയർത്തിയിടാം. വിശുദ്ധ സംഘമെല്ലാം അണിനിരന്നുകൊണ്ട് യാഹുനാമമുയർത്തിയിടാം. യാഹം ദൈവം രക്ഷയിന്നാഥൻ ഇന്നലെയുമെന്നുമാണെന്നെ നിറഞ്ഞു കവിയും രക്ഷാപാനപാത്രം കരങ്ങളിലേന്തി ചോദിക്കാം. നിറഞ്ഞു കവിയും രക്ഷാപാനപാത്രം കരങ്ങളിലേന്തി ചോദിക്കാം. വന്നു പുകഴ്ത്തിടേ വിശുദ്ധരേ, വന്നു കൺവേലി പോൽ തന്മുഖ സൗന്ദര്യം. വിശുദ്ധ സംഘമെല്ലാം അണിനിരന്നുകൊണ്ട് യാഹുനാമമുയർത്തിയിടാം. വിശുദ്ധ സംഘമെല്ലാം അണിനിരന്നുകൊണ്ട് യാഹുനാമമുയർത്തിയിടാം. സദാം ഹുസൈന് 1990 ഓഗസ്റ്റ് 2 കുവൈറ്റ് കയറി പിടിക്കുന്നത്. ഞങ്ങളെല്ലാം നോർമലായിട്ട് പോവുകയാണ്, എല്ലാം നല്ലത്, എല്ലാവരും അത്ഭുതമായി നല്ലതായിട്ട് ജീവിക്കുന്നു, സന്തോഷമായിട്ട് ജീവിക്കുന്നു. എല്ലാവരും പതിവായിട്ട് ജോലിക്ക് പോകുന്ന പോലെ ഞങ്ങളും രാവിലെ ജോലിക്ക് പോകാനായിട്ട് എഴുന്നേറ്റ് രാവിലെ 5:30 ആയപ്പോൾ എഴുന്നേറ്റ് ഉണർന്നപ്പോൾ വലിയ ശബ്ദങ്ങള്, വെടികളുടെയൊക്കെ ശബ്ദങ്ങൾ കേൾക്കാം. നേരെ ഞങ്ങൾ മെസ്സിലുള്ള പിള്ളേർ എല്ലാവരും പറഞ്ഞു അവിടെ ട്രെയിനിങ് കൊടുക്കുന്നതായിരിക്കുമെന്ന്. ആർക്കും അറിയത്തില്ല യുദ്ധം നടക്കാൻ പോകുമെന്നോ, യുദ്ധം വരുമെന്നോ, സദാം വന്ന് പിടിക്കുമെന്നോ ആർക്കും ഒന്നും അറിയത്തില്ല. ട്രെയിനിങ് കൊടുക്കുന്നതായിരിക്കും. വലിയ ശബ്ദങ്ങളൊക്കെ കേൾക്കാം. ഞങ്ങൾ പതിപോലെ ഒരുങ്ങി രാവിലെ വണ്ടി വന്ന് വണ്ടിയിൽ കയറി എല്ലാവരും കൂടെ ജോലിയിലോട്ട് പോകുന്ന സമയത്ത് ടെലികമ്മ്യൂണിക്കേഷൻ എല്ലാം ടവറുകൾ അവിടെ എല്ലാം പോലീസ് നിറഞ്ഞു നിൽക്കുന്നു. എല്ലാം സിഗ്നലുകൾ, ലൈറ്റ് എല്ലാം ഓണാക്കി ഫ്ലാഷ് ചെയ്ത് കിടക്കുന്നു. ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല എന്തോ ആണ്. ഞങ്ങൾ നേരെ കമ്പനിയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴികളെല്ലാം പോലീസുകൾ, എല്ലാ സ്ഥലങ്ങളിലും പോലീസ്, ലൈറ്റ് എല്ലാം ഫ്ലാഷ് ചെയ്ത് കിടക്കുന്നു. ആ സമയം കൊണ്ട് തന്നെ കുവൈറ്റിലെ സകല ടെലിഫോൺ ടവറുകളും ബോംബിട്ട് നശിപ്പിച്ച് കളഞ്ഞിരുന്നു. ഞങ്ങളാരും ഇത് അറിയുന്നില്ല. കമ്പനിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇതുപോലെ സദാം ഹുസൈന് കുവൈറ്റ് പിടിച്ചു എന്നുള്ള കാര്യം. അപ്പോഴേക്കിന് എല്ലാവരും അവിടുന്ന് ബാങ്കുകളെല്ലാം പ്രശ്നമായ എല്ലാം യുദ്ധം വരുവാണ് എന്നുള്ള ഒരു അറിവ് എല്ലായിടത്തും കിട്ടാൻ തുടങ്ങി. അവിടെ ഇവിടെ പെട്ടെന്ന് ഫ്ലാഷ് ന്യൂസ് വന്നു. ഞാൻ പെട്ടെന്ന് ഞങ്ങളുടെ കമ്പനിയുടെ ഡ്രൈവറെ വിളിച്ചുകൊണ്ട് ബാങ്കിൽ പോയി 200 ദിനാർ മാത്രം വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ള ഒരു സമയത്ത് ഞാൻ പോയി 200 ദിനാർ വിഡ്രോ ചെയ്തു. ആകെ എൻ്റെ 200 ദിനാറുണ്ട്, വേറൊന്നുമില്ല. എന്നാൽ കൂടെയുള്ള മനുഷ്യർക്കും അതുപോലും ഇല്ല. ഞാൻ അന്നേരം ആദ്യമേ പോയി ക്യൂ നിന്ന് $200 മേടിച്ച് അന്ന് രാവിലെ തന്നെ ഡ്രൈവറെ വിളിച്ചിട്ടുണ്ട്. അന്ന് പകലെല്ലാം ഞങ്ങൾ ചെയ്തെന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ചെയ്യുന്ന ലൈറ്റുകളെല്ലാം പോയി മാനുവലാക്കി, തന്നെ ഓൺ ആകാതിരിക്കാൻ വേണ്ടി ലൈറ്റുകളെല്ലാം ഞാനന്ന് ഫോർമാനായിട്ട് ജോലി ചെയ്യുക. എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോയി കാര്യങ്ങളൊക്കെ ചെയ്തു. പകലെല്ലാം ചെയ്തിട്ട് അന്ന് വൈകിട്ട്, ആ സമയത്ത് വൈകിട്ടതൊക്കെ വരുമ്പോൾ ഇറാഖിൽ നിന്ന് പട്ടാളക്കാര് നേരെ ഞങ്ങളുടെ അതിലേക്കൂടെ സൗദിക്ക് പോകുന്നത്, ഓയിൽ കമ്പനിയുടെ അകത്തൂടെ പണ്ടുവിടാന്ന് പട്ടാള കമ്പനി സൗദി ബോർഡറിലേക്ക് പോകുന്ന ഇറാഖിന്റെ പട്ടാളങ്ങൾ. ഇതെല്ലാം ഞങ്ങൾക്ക് കാണാം. ഞങ്ങൾ അങ്ങനെ അന്ന് വൈകിട്ട് ഇതെല്ലാം മാനുവൽ, ലൈറ്റ് എല്ലാം മാനുവലാക്കിയിട്ട് തിരിച്ചങ്ങ് അന്നത്തെ ജോലി കഴിഞ്ഞു വീട്ടിൽ പോയി.
അടുത്ത ദിവസം ജോലിക്ക് വരാനായിട്ട് പ്രത്യേക മെസ്സേജ് ഒന്നുമില്ല, കിട്ടുന്നവരെല്ലാം വിളിച്ചോണ്ട് വരാനായിട്ട് പറഞ്ഞു. ഞങ്ങൾ വണ്ടിയുമായിട്ട് നടന്നിട്ട് ആരും വന്നില്ല. ഒടിയിൽ വിളിച്ച് പറഞ്ഞു, ഓഫീസിൽ വിളിച്ച് പറഞ്ഞപ്പം ആരും വരത്തില്ലേ, ആരും വരണ്ടെന്ന് പറഞ്ഞു. അതിൽ പിന്നെ ഓയിൽ കമ്പനിയുടെ ജോലിക്ക് പോയിട്ടില്ല. 1 മാസത്തോളം ഞങ്ങൾ അവിടെ മെസ്സിൽ 2 ദിവസം കണ്ട് ഞാൻ താമസിച്ചു. പിന്നീട് എൻ്റെ കസിൻ അവിടെ ഉണ്ടായിരുന്നു, കസിൻ്റെ മകള് പുഷ്പ എന്ന് പറയുന്നത്, ഇന്ന് അവർ ന്യൂജേഴ്സിയിലുണ്ട്. അവരുടെ കൂടെ ഞാൻ താമസമാക്കി. അവരുടെ കൂടെ പോയി മെസ്സിൽ ഞാൻ അങ്ങ് പോയി. കൂടെ ഉള്ളവരൊക്കെ ഇതിലെ പോയെന്ന് പോലും അറിയത്തില്ല. എല്ലാവരും പല പല സ്ഥാനങ്ങളിലേക്ക് പോയി. ഞാനും ആ പുഷ്പയുടെ കൂടെയാണ് താമസിച്ചത്. 1 മാസം അവിടെ ഞങ്ങൾ താമസിച്ചു. വീടിന് വെളിയിൽ പോകത്തില്ലായിരുന്നു. പുഷ്പയൊക്കെ KOCയിലെ നേഴ്സായിരുന്നു, ജോലിക്ക് പോകണമായിരുന്നു, പോകും. ആ സമയത്തൊക്കെ പട്ടാളമെല്ലാം ദേശം മുഴുവൻ പിടിച്ചടക്കി. അവർ പോകുന്ന സമയത്തൊക്കെ പട്ടാളങ്ങള് ബിൽഡിങ്ങിനൊക്കെ വെടിവെച്ച്. ഒരു പ്രാവശ്യം അവര് മുഴുവൻ ചുറ്റുമാട് മുഴുവൻ വെടികൾ കേട്ടിട്ട് എല്ലാവരും കൂടെ വാനിനകത്ത് അകത്തിറങ്ങി കിടന്നു, വെടി മേത്ത് കൊള്ളാതിരിക്കാൻ വേണ്ടി. അങ്ങനെ അവർക്ക് ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ, നേഴ്സ് ആയതുകൊണ്ട്. അങ്ങനെ 1 മാസം ഞങ്ങൾ അവിടെ കഴിച്ചു. അപ്പോഴത്തേന് എംബസി എല്ലാം ഇടപെട്ടു. ഇന്ത്യക്കാരെ മുഴുവൻ തിരിച്ചു കൊണ്ടുപോകാനുള്ള പ്ലാനുകളൊക്കെ വന്നു. ഞാനും വീടിന് വെളിയിൽ പോകാതെ വീട്ടിനകത്ത് തന്നെ. കാര്യം, വെളിയിൽ പോയ പട്ടാളം കണ്ടാൽ പിടിച്ചോണ്ട് പോയി കാന കുഴിക്കാൻ പിടിച്ചോണ്ട് പോകുന്ന കേട്ടിട്ടുണ്ട് ആളുകളെല്ലാം. ഞാനും വെളിയിൽ പോയിട്ടില്ല. ഒരാഴ്ച എന്നോട് എൻ്റെ പുഷ്പയുടെ ഹസ്ബൻഡ് വിളിച്ചാൽ പറഞ്ഞു, നമുക്ക് ഗ്യാസ് സിലിണ്ടർ മേടിക്കാൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല. അദ്ദേഹം പിന്നെ തന്നെ പോയി. പുള്ളിക്കാരന് വലിയ പേടിയൊന്നുമില്ല, എവിടെയും പോവും. ഏതായാലും ദൈവകൃപയാല് പട്ടാളമൊന്നും പിടിച്ചോണ്ട് പോയില്ല. അവരെല്ലാം അവിടെ എല്ലാം താമസമുണ്ട്, ഞങ്ങൾക്കറിയാം. പട്ടാളക്കാർക്കൊക്കെ ഒരു നേരമൊക്കെ ഫുഡ് കൊടുക്കത്തുള്ളായിരുന്നു. ഞങ്ങൾ ഈ 1 മാസം സമയം പിന്നെല്ലാം ഒരുമാതിരി നോർമൽ പോലായി. ഞങ്ങള് കുവൈറ്റിലായിരുന്നെന്ന്. പിന്നീട് അവര് ഇറാഖ് ഗവൺമെന്റ് കയറി ബാങ്കൊക്കെ ഓപ്പറേറ്റ് ചെയ്തു. തിരിച്ചെല്ലാവരും പോകുന്ന സമയമൊക്കെ ആയി, നോർമലായി. ആളുകളുടെ എല്ലാ സാധനങ്ങള് ഇറാഖികൾ വന്ന് മുഴുവൻ ചീപ്പായിട്ട് ഇറാഖിലെ ദിനാർ കൊടുത്തിട്ട് ഈ കുവൈറ്റിലെ സകല സാധനം വലിയ ട്രക്കുകൾ വന്ന് മേടിച്ചോണ്ട് പോകാൻ. എന്നും ഇറാഖിൽ നിന്ന് ട്രക്കുകൾ വന്നിട്ട് മുഴുവൻ കുവൈറ്റിലുള്ള സാധനങ്ങളെല്ലാം ചെറിയ വിലയ്ക്ക് ഇറാഖി ദിനാർ കൊടുത്ത് കാര്യം എല്ലാവരും തിരിച്ചു പോവാം. ഉള്ള സാധനങ്ങളെല്ലാം കിട്ടുന്ന വിലയ്ക്ക് ആളുകളെല്ലാം വിറ്റു. ഇതെല്ലാം മേടിച്ച് കയറ്റിക്കൊണ്ട് പോകാമായിരുന്നു അവർ ഇറാഖിലോട്ട്. അങ്ങനെ ആ സമയത്ത് ഞാനും ബാങ്കിൽ ചെന്നിട്ട് എൻ്റെ ബാങ്കിൽ കിടന്ന പൈസ എല്ലാം വിഡ്രോ ചെയ്തു. കുവൈറ്റ് ദിനാർ തന്നെയാണ് തരുന്നത്. അങ്ങനെ മുഴുവൻ പൈസ മേടിച്ച് തിരിച്ച് നാട്ടിൽ പോരാനല്ലേ ഇതുപോലെ യോർദാനിൽ കൂടെ തിരിച്ച് നാട്ടിൽ വന്നു. ആ സമയത്ത് നാട്ടിലെങ്ങും കുവൈറ്റ് ദിനാർ ആരും എടുക്കത്തില്ല. പൈസ കൊണ്ട് കയ്യിലുണ്ട്, എടുത്തോണ്ട് പോരുന്നു. അങ്ങനെ 1 വർഷക്കാലം നാട്ടിൽ നിന്നു. നാട്ടിൽ ആ സമയത്ത് ഒന്നുമില്ലാതെ നാട്ടിൽ പോകുന്നേ. ഞാൻ സമ്പാദ്യങ്ങളൊന്നും നാട്ടിലില്ല. അമ്മയൊക്കെ ഇവിടെ അമേരിക്കയിലുണ്ട്, പെങ്ങളൊക്കെ ഉണ്ട്. നാട്ടിലെ ചേട്ടനും ഒരു പെങ്ങൾ മാത്രമേ, 2 പെങ്ങന്മാരും ഒക്കെ നാട്ടിലുണ്ട്. ബാക്കി ഇളയ പെങ്ങൾക്ക് എനിക്ക് മുമ്പേ ഞാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അനിയനും ഇളയ പെങ്ങളും കൂടെ അവരുടെ വിസ ശരിയായിരുന്നു. എൻ്റെ കുവൈറ്റിലാണ്ട് താമസിച്ചു പോയി. അങ്ങനെ അവരെല്ലാം കയറി വന്നു. 1 വർഷം കൊണ്ട് ഞാൻ 1 വർഷം നാട്ടിൽ താമസിച്ചു. എനിക്ക് ആ സമയത്ത് മഞ്ഞപ്പിത്തം വന്നു. ഞാൻ മരുന്നൊന്നും എടുക്കത്തില്ലായിരുന്നു. എന്തുവാന്നറിയത്തില്ല, വിശപ്പൊന്നും ഇല്ലാതെ വന്നു. 10 ദിവസത്തോളം ഒന്നും കഴിക്കാൻ പറ്റാതെ വന്നു. ഒടിയിൽ തന്നെ ചേട്ടൻ വന്ന് അടുത്തുള്ള കുരുളാനിക്കിലെ ജോർജ് ഒരാളിനെ വിളിച്ച് ഏർപ്പാട് ചെയ്ത് തന്നെ നിർബന്ധമായിട്ട് വിളിച്ച് കൊണ്ടുപോയി കാങ്ങഴ ആശുപത്രി കൊണ്ടുപോയി. അവർ ചെക്ക് ചെയ്തപ്പോഴാണ് മഞ്ഞപ്പിത്തമാണെന്ന് അറിയുന്നത്. ദൈവകൃപയാ പെട്ടെന്ന് 2-3 ദിവസം കൊണ്ട് ദൈവം സൗഖ്യമാക്കി. ഒരു വിശപ്പും ഇല്ലായിരുന്ന ഞാന് അവിടെ ചെന്ന് മരുന്നായിട്ടൊന്നും തന്നില്ല. എനിക്ക് വന്ന് ഗ്ലൂക്കോസിന്റെ ഡ്രിപ്പ് തന്നു. വൈറ്റമിൻ B കോംപ്ലക്സ് ആയിട്ട് ഗുളിക തന്നായിട്ട് ഓർക്കുന്നുള്ളൂ. അന്ന് ഉച്ചയ്ക്ക് തന്നെ വിശപ്പും വന്നു. 2-3 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നേ. അത് ഒരു അനുഭവമായിട്ട് മനസ്സിൽ തോന്നിയായിരുന്നു. ഇതിനിടയ്ക്ക് എപ്പോഴും ഏതോ സമയത്ത് ഹോസ്പിറ്റലിലെങ്ങും പോകേണ്ടി, എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ മഞ്ഞപ്പിത്തം വന്നു. 2-3 ദിവസം കൊണ്ട് സുഖമായി. ദൈവം അവിടെ എല്ലാം അത്ഭുതം ചെയ്തു. സുഖമായിട്ട് സുഖമായി. 1 വർഷമായപ്പം എൻ്റെ പേപ്പറുകളെല്ലാം ശരിയാക്കി. പെങ്ങളെ വളരെ ഹാർഡ് വർക്ക് ചെയ്തു. ഇവിടെ സെനറ്ററെ അവിടെ ലെറ്ററൊക്കെ അയച്ചു. അങ്ങനെയോ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. അത്ഭുതമായിട്ട്
അമേരിക്കക്കുള്ള വിസ കിട്ടി. അതിന്റെ രൂപ പോലും ടിക്കറ്റ് എടുക്കണമായിരുന്നു. എൻ്റെ ഒരു പൈസ പോലും ഇല്ല. കുവൈറ്റ് ദിനാർ ഇരിപ്പുണ്ട്, ആരും എടുക്കത്തില്ല ബാങ്കില്. 1-2 പേരോട് രൂപ ചോദിച്ചു. വലിയ പൈസക്കാരാ, സ്വന്തക്കാരാണെങ്കിലും അന്ന് ദൈവം അനുവദിച്ചില്ല, അവരാരും പൈസ ഒന്നും തന്നില്ല. എന്നാൽ ആ സമയത്ത് തന്നെ പെട്ടെന്ന് പാസ്സാക്കി. സ്റ്റേറ്റ് ബാങ്കിലെ ദിനാർ എടുക്കുന്നുണ്ട്, മാറാൻ തുടങ്ങി, റേറ്റ് വെച്ച് ട്രാൻസാക്ഷൻ തുടങ്ങി. അങ്ങനെ എൻ്റെ കയ്യിലിരുന്ന പൈസ മാറി തന്നു സമയത്തിന്. ഒരു ദിവസം പോലും താമസിച്ചില്ല വിസ കിട്ടിയിട്ട്. ആ സമയത്ത് ദിനാറെല്ലാം മാറി, ടിക്കറ്റ് എടുക്കാനുള്ള പൈസയെല്ലാം ആയി. ടിക്കറ്റ് എടുത്തു, അമേരിക്കയിലും വന്നു. സ്തോത്രം. ആദ്യം അന്ന് അമേരിക്കയിൽ വരുമ്പോൾ ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന സമയം. 1991 അമേരിക്കക്കുള്ള വിസ കിട്ടി. ദൈവം അത്ഭുതമായിട്ട് ദിനാറൊക്കെ മാറി, ടിക്കറ്റൊക്കെ എടുക്കാൻ കർത്താവ് സഹായിച്ചു. ടിക്കറ്റൊക്കെ എടുത്ത് അന്ന് ബോംബെയിൽ കൂടെ മാത്രമേ വരാൻ പറ്റൂ. ബോംബെ, യൂറോപ്പ്, അങ്ങനെ ഹൂസ്റ്റണിലോട്ട്. അങ്ങനെ ബോംബെ വഴി, ബോംബെ ഞങ്ങൾക്ക് ഒന്ന് താമസിക്കാനൊക്കെ സൗകര്യം എപ്പോഴും ഞങ്ങളുടെ അപ്പുച്ചാൻ അവിടെ ഉണ്ടായിരുന്നുണ്ട്. നല്ല വലിയ വീടുകളും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം കസ്റ്റംസിലെ ഓഫീസറായിരുന്നു, കസ്റ്റംസ് കളക്ടറായിട്ട് റിട്ടയർമെന്റ് ആയത്. ഞങ്ങൾക്ക് എല്ലാത്തിനും അദ്ദേഹമായിരുന്നു അവിടെ ഹെൽപ്പായിട്ടുണ്ടായിരുന്നു. കുവൈറ്റിൽ നിന്ന് ഞാൻ തിരിച്ചു ചെല്ലുമ്പോഴും എയർപോർട്ടിൽ ചെല്ലുമ്പം അദ്ദേഹം എയർപോർട്ടിലുണ്ട്. എന്നോട് എടാ മുടിഞ്ഞോനെ നീ ഇഞ്ഞു വന്നോന്ന് ചോദിച്ചു. അങ്ങനെ അപ്പൂച്ചാൻ എന്നെയും കൂട്ടി വീട്ടിൽ കൊണ്ടുപോകായിരുന്നു. എൻ്റെ കൂടെയുള്ളവരെല്ലാം അവിടെ മർത്തമാക്കാരുടെ ക്യാമ്പിലോട്ടാണ് കൊണ്ടുപോയത്. യോർദാനിൽ ചെല്ലുന്ന സമയം അവിടെ പള്ളിക്കാരെല്ലാം ഏർപ്പാടിയിട്ടുണ്ട്. അവിടെ ചെല്ലുന്നവരെല്ലാം അവരുടെ പള്ളിയുടെ അവിടെ ഒത്തിരി സൗകര്യം ഉണ്ടാക്കി അവിടെ താമസിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ് ഓരോരുത്തർ ബുക്ക് ചെയ്യാനുസരിച്ചാണ് സ്പെഷ്യൽ ട്രെയിൻ കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്കുള്ള, അല്ല ബോംബെയിൽ നിന്ന് കുവൈറ്റ് സ്പെഷ്യലായിട്ടാണ് പോകുന്ന ട്രെയിൻ. അങ്ങനെ ഓരോ ട്രെയിൻ ഞങ്ങൾക്ക് വേണ്ടി മാത്രം അങ്ങനെ എല്ലാ ദിവസവും പോയിക്കൊണ്ടിരുന്നു. എന്നാൽ എന്നെ നേരിട്ട് അപ്പൂച്ചാൻ തന്നെ എയർപോർട്ടിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അവരെല്ലാവരും മർത്തമക്കാരുടെ ക്യാമ്പിൽ പോയി താമസിച്ച് അവിടെ നിന്നാണ് പോയത്. ദൈവം എല്ലാ സ്ഥാനത്തും അത്ഭുതമായി കരുതിക്കൊണ്ടാണ്. ഞാൻ നമ്മുടെ നന്മയൊന്നും പറയാനില്ല, അപ്പൻ നന്മകൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. വലിയ സമ്പത്തുള്ള മനുഷ്യനായിരുന്നു, ഇഷ്ടംപോലെ ജോലി ചെയ്ത് പൈസ കിട്ടുമായിരുന്നു, എല്ലാവർക്കും നല്ലവനായി ജീവിച്ചു. അവിടെ അന്ത്യസമയത്ത് ഒന്നും മിച്ചമില്ലാതെ എല്ലാവർക്കും കൊടുത്തു കാണും, ഒത്തിരി ചെലവാക്കി കാണും, എല്ലാവർക്കും നല്ലവനായിരുന്നു. എന്തോ ദൈവത്തിന്റെ വലിയ കരുണ കൃപ ഞങ്ങളുടെ 9 പിള്ളേരുടെ മേലുമുണ്ട്. ഇന്നും ദൈവം ഞങ്ങളുടെ എല്ലാവരെയും അത്ഭുതമായി നടത്തി. ഞാൻ പറയുന്ന ചെന്ന സ്ഥാനത്തൊക്കെയും ദൈവം അത്ഭുതമായി കരുതിക്കൊണ്ടേയിരുന്നു. കർത്താവിന്റെ കൃപ എന്നും കൂടെയിരുന്നു. അങ്ങനെ ബോംബെയിൽ കൂടി അമേരിക്കയില് ഡയറക്റ്റ് ഹൂസ്റ്റണിൽ വന്നാണ് ഈ യൂറോപ്പിൽ കൂടെ. ഏത് പ്ലെയിനാവെന്ന് എക്സാക്ട്ലി ഞാൻ ഓർക്കുന്നില്ല. അവിടെ വന്നു. മൂത്ത പെങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, എൻ്റെ മാവിമാരും പാപ്പൻ എല്ലാവരും ഉണ്ട് ഇവിടെ, അമ്മയുണ്ട് ഇവിടെ. അതിനും എനിക്ക് മുമ്പായിട്ട് സഹോദരങ്ങളൊക്കെ ഇവിടെ എത്തി. എൻ്റെ ഇളയ സഹോദരങ്ങൾക്ക് അവർക്ക് നേരത്തെ വിടാമായിരുന്നു. അങ്ങനെ അവരെല്ലാവരും വന്നു. മൂത്ത പെങ്ങളുടെ കൂടെയാണ് താമസമാക്കിയത്. ഒരു വീട്ടില് ഞാൻ വിസിറ്റിന് വരുമ്പം പെങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ 4 ബെഡ്റൂമുള്ള വീടാ. ഞങ്ങൾ ഇതുവരെ ഞാൻ ഓർത്ത് വീട്ടിൽ വന്നപ്പം ഇത് പല കുടുംബം ഉണ്ടായിരിക്കും ഓർത്ത് ഈ ഒരു വീട്. കാര്യം ബോംബെയിലൊക്കെ ഒരു മുറിക്കകത്ത് എല്ലാവരും കൂടെ താമസിച്ചു കണ്ടിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ 4 ബെഡ്റൂമിന്റെ വീടുകള്. ഞാൻ ആദ്യം ഓർത്ത് ഈ വീട്ടിൽ വേറെ ആരെങ്കിലും ഒക്കെ താമസിക്കാൻ കാണുമായിരിക്കുമെന്ന്. പിന്നെ മനസ്സിലാകുന്ന ഒറ്റയ്ക്കാണല്ലോ എന്ന്. അന്ന് ബോംബെയിലൊക്കെ ഒത്തിരി പേര് ഒന്നിച്ച് താമസിച്ച പരിചയമാവുള്ളത്. കുവൈറ്റിലാന്നേലും മെസ്സില് പലരാ ഒരു മുറിക്കകത്ത്. അതെല്ലാം കഴിഞ്ഞിട്ട് അമേരിക്കയിൽ വരുമ്പോൾ വിസിറ്റിന് 87 88 തോന്നും വരുമ്പോൾ ഒരു വീട്ടില് വലിയ വീട്, 4 ബെഡ്റൂം, ഇഷ്ടംപോലെ സൗകര്യങ്ങള്. ആദ്യം ഓർത്ത് പലര് കാണുമായിരിക്കും, എന്നാൽ ഒന്നിച്ച് ഒരാള് ഒരു ഫാമിലിയാ താമസിക്കുന്ന അന്ന് അതാ മനസ്സിലായത്. എന്നാൽ പെർമനന്റ് ആയിട്ട് ഗ്രീൻ കാർഡ് ഒക്കെ കിട്ടി വരുമ്പോൾ ആ ഒരു വീട്ടിൽ താമസിക്കാൻ ഞങ്ങൾ ഒത്തിരി പേരുണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ സഹോദരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ വന്നും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്
ഇളയ പെങ്ങളും അനിയനും എല്ലാം കൂടെ അപ്പാർട്ട്മെന്റ് എടുത്ത് പോയി. ഞാൻ എന്നാൽ പെങ്ങളുടെ കൂടെ തന്നെ താമസിച്ചു. ആ സമയത്ത് ആർക്കും ഇവിടെ ജോലി കിട്ടാനും ജോലിയൊന്നും ഇല്ലായിരുന്ന സമയമാണ്. 91 കഴിഞ്ഞ് കുവൈത്ത് യുദ്ധം കഴിഞ്ഞ സമയത്താണ്. ജോലിക്കൊന്നും ഒരിടത്തും ഓപ്പണിംഗ് ഒന്നുമില്ല. അനിയനൊക്കെ ഒത്തിരി പാടുപെട്ട് ഓഷാൻ എന്ന് പറഞ്ഞ കമ്പനിയിൽ അവിടെ കടയിൽ പോയി ജോലി ചെയ്തു. ഞാൻ ഇലക്ട്രിക്കലാ, എനിക്ക് അത് മതിയെന്നും പറഞ്ഞൊക്കെ ഇരുന്ന് ഞാനെങ്ങും പോയില്ല. 2 കൊല്ലം ജോലിയില്ലാതെ ഇവിടെ ഇരുന്നു. പ്രാർത്ഥനയും പള്ളിയും കൊണ്ട് എല്ലാം സന്തോഷമാണെങ്കിൽ ജോലി ഇല്ലാത്തൊരവസ്ഥ. വീട്ടിലൊരു പ്രശ്നവുമില്ല. ഒരു പഴയ വണ്ടിയും കൈ കിട്ടിയിട്ടുണ്ട്. ദൈവം അതും കർത്താവ് ഒരുക്കി തന്നു. പൈസ ഒന്നും കൊടുക്കാതെ ഒരു വണ്ടി, ആലീസ് മാമയുടെ വണ്ടി, ഞങ്ങളുടെ ഫാദറിന്റെ കസിനാ, അവരുടെ ഒരു പഴയ വണ്ടികൾ അതെനിക്ക് തന്നു. അത് നല്ല ബുയിക്കിന്റെ നല്ല ഒന്നാന്തരം വണ്ടി അവർ യൂസ് കുറച്ച് കഴിയുമ്പോൾ തന്നു. ഞാനത് 1-2 വർഷം 2-3 വർഷം ഉപയോഗിച്ച് കാണും. ജോലിയിലൊക്കെ പോയിരുന്നവരെ നല്ല ഭംഗിയായിട്ട് വലിയ വണ്ടി അതൊക്കെ കിട്ടി. ഓടിക്കാൻ ഗ്യാസ് അടിക്കണേ പെങ്ങൾ തരണം. അങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകാനും വരാനും ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു. നാട്ടിൽ നിന്നും ഡ്രൈവിംഗ് പഠിച്ചു വന്നു. ഇവിടെ വന്ന് പിന്നെ ഇവിടെ വന്നും ദൈവം തമ്മിൽ കൃപ ചെയ്ത് ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിച്ചു തന്നെ. മാവിയുടെ മോന് അച്ഛൻ കുഞ്ഞെന്ന് പറഞ്ഞ തോമസ് ചാണ്ടി, അദ്ദേഹമാണ് വന്നവരെല്ലാം അദ്ദേഹം വളരെ ഹെൽപ്പ് ചെയ്തത്. ഞാനിതൊക്കെ പറയുന്നത് ദൈവം ഓരോരുത്തരെ എടുത്ത് നമ്മളെ സഹായിച്ചു. ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ അദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ചത്. വണ്ടിയൊക്കെ അദ്ദേഹം കൂടെ പറയും. പിന്നെ ജോണി ശാന്തം അവരെന്നെ ഒത്തിരി സഹായിച്ചു. ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ അദ്ദേഹം വന്നിട്ടുണ്ട്. ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ, എൻ്റെ കാര്യങ്ങൾ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകാനും ഒത്തിരി കാര്യങ്ങൾ എന്നെ ആ സമയം 2 വർഷം നിന്നപ്പോഴും ജോലിയില്ലാതെ നിൽക്കുമ്പോൾ അവർ പോകുന്നതെല്ലാം എന്നെ കൂടെ കൊണ്ടുപോകും. അർക്കൻസാസിലൊക്കെ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. വണ്ടിയുടെയൊക്കെ ആവശ്യം വരുമ്പോൾ അതിൻ്റെ കേടൊക്കെ ഒരു മാന്യം നന്നാക്കുന്ന കാര്യങ്ങളൊക്കെയും അദ്ദേഹം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് ദൈവത്തിന്റെ പേരിലായിരിക്കുന്നു. അവരെയും കർത്താവ് അത്ഭുതമായിട്ട് നടത്തുന്നു. ദൈവം എന്നെയും അത്ഭുതമായി നടത്തി. 2 വർഷം ജോലിയില്ലാതെ ഇവിടെ നിന്നു. അതിനുശേഷം 93 തിരിച്ച് നാട്ടിൽ പോയി. ഞങ്ങളെല്ലാവരും കൂടി നാട്ടിൽ പോയി. എൻ്റെ കല്യാണവും ആ സമയത്ത് നടക്കുവാൻ സാധിച്ചു. ബോംബെയില് ഒരു കല്യാണം പറഞ്ഞാ പോയെങ്കിലും അവിടെ ചെന്നപ്പോ ഏതാണ്ട് പറഞ്ഞ് ആ കല്യാണം അങ്ങ് മാറിപ്പോയി. അന്നേരം ഞാൻ ആ സമയത്ത് ഒന്നാമത്തെ കാര്യം ജോലിയില്ല, പൈസ ഒന്നും ഇല്ലാതെ പോയ സമയമല്ലായിരുന്നോ. ശ്രീധരത്തിന്റെ ചെലവിനുള്ള പൈസ പറഞ്ഞപ്പോ അങ്ങനെ ആ കല്യാണം മാറിപ്പോ. ദൈവത്തിന്റെ ഒരു ഹിതമായിരുന്നു. നേരെ എന്നോട് അപ്പൂച്ചാൻ പറഞ്ഞു, നീ നാട്ടിലോട്ട് ചെന്നാൽ. ഞാൻ പറഞ്ഞു നാട്ടിൽ ചെയ്തിട്ട് കല്യാണം കഴിക്കും. ദൈവം എന്നെ അന്നേരം ഒരു പാട്ട് പ്രാർത്ഥിക്കാൻ പറയാ. ഒരു കല്യാണക്കാർ വന്നപ്പോ പെണ്ണിനെ ആലോചിച്ച് വെച്ചിട്ട് പോയതാ ബോംബെയില്. അത് ഞാൻ പറഞ്ഞത് അന്നേരം ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്നേരം ഞാൻ തന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഒരു പാട്ട് പാടിയത്, എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, സാധു ഞാനീശോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുന്നു. അവര് വന്നപ്പോ അവര് പോകാൻ നേരം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ തന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഈ പാട്ട് പാടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. സ്തോത്രം. നാട്ടിൽ പോകാൻ നേരം അപ്പൂജ ചോദിച്ചു, നീ അങ്ങോട്ട് ചെന്ന ഓർഡർ എനിക്ക് പെണ്ണ് വെച്ചേക്കുവാന്നോടാന്ന് ചോദിച്ചു. എന്താണേലും നാട്ടിൽ ചെന്നു. ആലോചനയൊക്കെ പലയിടത്തും വന്നും കാര്യങ്ങളൊന്നും ശരിയായില്ല. ഒടിയില് എൻ്റെ 2ാമത്തെ മല്ലപ്പള്ളിയിലെ പെങ്ങള്, അവിടുന്ന് പെങ്ങളുടെ മോള് ഷീബയില് നടന്നു പോകുമ്പം എൻ്റെ ഭാര്യയുടെ അമ്മയുടെ അനിയത്തി അവിടെ ഉണ്ട്. അന്നേരം പുള്ളിക്കാരത്തി ഷീബയോട് ചോദിക്കുന്നു, എടി നിന്റെ അമ്മാച്ചൻ വന്നിട്ട് കല്യാണം വല്ലതും കഴിച്ചായോ? ഓ ഇതുവരെ ഒന്നും ആയില്ലെന്ന്, പലരും ആലോചിച്ചൊന്നും ആയില്ലെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഒരു പെണ്ണുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ട്രിവാൻഡ്രത്തായിരുന്നു ഇവര്. എൻ്റെ ഭാര്യ വീട് അവര് കല്ലൂപ്പാറയിൽ നിന്ന് ട്രിവാൻഡ്രത്ത് നെയ്യാറ്റിൻകര അമ്പൂരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അവിടെ പോയി സെറ്റിലായിരിക്കുന്ന ഒരു കുടുംബങ്ങളെല്ലാം ഒത്തിരി കുടുംബങ്ങള്. ചേരിയിലെ കുടുംബം. അവിടെ നിന്ന് പെണ്ണിനെ ഇങ്ങനെ ആലോചിക്കാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവളെ വെണ്ണിക്കുളത്ത് അമ്മ വീട് അവിടെ അമ്മ വീട്ടിൽ വന്നു. ആലോചിച്ചു. അവിടെ പോയി പെണ്ണിനെ കണ്ടു. 1 ദിവസമോ 2 ദിവസം കൊണ്ട് കല്യാണം ഉറപ്പിച്ചു. അവിടെ നേഴ്സായിട്ട് ട്രിവാൻഡ്രത്ത് ജോലി ചെയ്ത സമയമായിരുന്നു. ദൈവം അങ്ങനെ അത്ഭുതമായിട്ട് ആ കല്യാണം 3-4ാമത്തെ ദിവസം കല്യാണം നടത്തി.
വളരെ ഒത്തിരി മാർക്കൊക്കെ മേടിച്ച് പഠിച്ച് പാസ്സായ ഒരാളാണ് എൻ്റെ ഭാര്യ. എനിക്ക് ആകെപ്പാടെ അന്നത്തെ ഒരു കണ്ടീഷൻ നേഴ്സ് ആയിരിക്കണമെന്ന് മാത്രം, ഇവിടെ വന്ന ജോലി ചെയ്യണമല്ലോ, അത് മാത്രമേ ചോദിച്ചുള്ളൂ. ദൈവം ബെസ്റ്റ് മെഡിക്കലായിട്ട് ഒരാളിനെയാണ് കല്യാണ ഭാര്യയായിട്ട് എനിക്ക് ഒരുക്കിയത്. എല്ലാം അത്ഭുതമായിട്ട് നടത്തി. അന്ന് ഇങ്ങനെ കല്യാണം കഴിച്ചു. അന്നേരം തന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ഭാര്യയും കൂട്ടിക്കൊണ്ട് ഞാൻ ബോംബെക്ക് വരുവാ. ബോംബെ അപ്പൂച്ചാനോട് ഞാൻ പറഞ്ഞിട്ട് പോലും ഇല്ല. ഭാര്യയെ കൊണ്ടുവന്ന് അപ്പൂച്ചാന്റെ കൂടെ അവിടെ നിർത്തിയിട്ട് ഞാനിഞ്ഞ് അമേരിക്ക പോരുന്നു. അവൾ അവിടെ നിന്നു. 1 വർഷം എങ്ങാണ്ട് 2 വർഷത്തോടെ ജോലി ചെയ്തു ബോംബെയിൽ. അന്നൊക്കെ ഇവിടെ വിസ കിട്ടാൻ ഒത്തിരി ടൈം എടുക്കുമായിരുന്നു. 5 വർഷം എടുത്ത് വിസ കിട്ടാൻ. ഏകദേശം 2 വർഷം മിച്ചമെങ്ങാണ്ട് അവള് ബോംബെയിൽ ജോലി ചെയ്തു. അപ്പൂച്ചാനോട് താമസിച്ചുകൊണ്ട് അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നാട്ടില് 5 വർഷം എടുത്ത് എല്ലാ വർഷവും നാട്ടിൽ പോകുമായിരുന്നു. കുഞ്ഞൊക്കെ ആയി. അവള് ഇടയ്ക്ക് കുറച്ച് കഴിയും നാട്ടിൽ പോയി നിന്നു. 98 അവള് ഇവിടെ വന്നു. അമേരിക്കയിൽ 98 വിസ കിട്ടി. 95 മോളുണ്ടായി. 93 കല്യാണം കഴിഞ്ഞു. എല്ലാ വർഷവും ഞാൻ ഇവിടെ ഞാൻ തിരിച്ച് ഇവിടെ വന്നപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇവിടെ അമേരിക്ക വന്നു. പെട്ടെന്ന് തന്നെ എനിക്ക് ജോലിയൊക്കെ പവലിൽ തന്നെ ആദ്യം കോൺട്രാക്ടറോട് കയറി. കോൺട്രാക്ടറുടെ പവലി കയറുമ്പോൾ തന്നെ ഒത്തിരി ശമ്പളത്തിലാണ്. കോൺട്രാക്ടറോട് കയറിയപ്പം കമ്പനിക്കാർ ഉപ്പാപ്പം പറഞ്ഞ് ജോലി കിട്ടുകൊണ്ട് അന്ന് എല്ലായിടത്തും 8-9 രൂപ കിട്ടും, 7-8 രൂപ കിട്ടും. എനിക്ക് 13 രൂപയ്ക്ക് സ്റ്റാർട്ടിങ്ങിൽ കോൺട്രാക്ടറോട് കയറി. അവിടെ കോൺട്രാക്ടറോട് ജോലി ചെയ്തു. അതിനുശേഷം കമ്പനിയിൽ തന്നെ ഡയറക്റ്റ് കിട്ടി. കമ്പനിയിലെ ജോലി വാർമാനായിട്ട് കയറി. കോൺട്രാക്ടറെ കാട്ടി കുറച്ച് ശമ്പളം, നല്ല ജോലിയെല്ലാം ദൈവകൃപയെല്ലാം ഭംഗിയായിട്ട് ചെയ്തു. 2 വർഷം കണ്ട് കഴിഞ്ഞു. 2-3 വർഷം കഴിഞ്ഞപ്പം ലീഡ്മാനായിട്ട് കിട്ടി. ശമ്പളമൊക്കെ കൂട്ടി. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഞാൻ ഇൻ പ്രോസസ് ഇൻസ്പെക്ഷനിലോട്ട് മാറി. ശമ്പളമൊക്കെ ഒത്തിരി കൂട്ടി കിട്ടി. ജോലി വളരെ ലീഡ്മാനായിട്ടിരുന്നപ്പോൾ എന്നെ ഒത്തിരി പ്രോബ്ലം ഉണ്ടാക്കി. കൂടെ ജോലി ഇതല്ല, മറ്റ് പലര് ഞാൻ മേലിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഒത്തിരി പ്രോബ്ലങ്ങൾ എനിക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ലീഡുമാർക്ക്, എൻ്റെ ഇൻസ്പെക്ടർമാർ മറ്റുള്ളവരൊക്കെ ഒത്തിരി ട്രബിൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. അന്നേരം എന്നെ ഇൻ പ്രോസസ്സിലോട്ട് മാറ്റി. ഇൻ പ്രോസസ് ഇൻസ്പെക്ടർ ചെന്നപ്പം എൻ്റെ ശമ്പളം, ലീഡുമാരുടെ ശമ്പളവും ജോലി എനിക്ക് സിമ്പിളായിരുന്നു. എനിക്ക് ഇതെല്ലാം ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം വളരെ സുഖമായിട്ട്, ഒരു ഭാരവുമില്ല, ആരും തലയിൽ കയറത്തില്ല, എല്ലാം ഭംഗിയായിട്ട്, ഒന്നും അറിയണ്ട, പേപ്പറുകളൊക്കെ നോക്കിയാൽ മതി. അങ്ങനെ ഒരു ജോലിയായിരുന്നു. ആരുടെയും പുറകെ നടക്കണ്ട, വളരെ സുഖം. ആ സമയത്തൊക്കെ ആത്മീയമായിട്ട് ഞാൻ വളരെ വളർന്നുകൊണ്ടേയിരുന്നു. കർത്താവിനെ നടത്തിക്കൊണ്ടിരുന്നു. ഇൻ പ്രോസസ് ഇൻസ്പെക്ഷൻ ജോലി ചെയ്യുമ്പോൾ ആ സമയത്താണ് ഈ പള്ളി പണിയുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ, സ്വന്തമായിട്ട് ഒരു പള്ളി വേണം, ദൈവത്തെ ആരാധിക്കണം. എനിക്ക് അന്ന് CSI ഞാൻ ഭാര്യ നാട്ടിൽ നിന്ന് വരുന്ന ആ സമയത്തെ കാര്യങ്ങളുടെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ജോലിയൊക്കെ കിട്ടി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതിനിടയ്ക്ക് തന്നെ അനിയന് വീട് മേടിച്ചു, സ്വന്തമായിട്ട് വീട് മേടിച്ചു. അനിയനും പെങ്ങളും എല്ലാം, അമ്മയെല്ലാം കൂടെ ഒന്നിച്ച് മൂത്ത പെങ്ങളുടെ വീടിനോട് തൊട്ട് തന്നെ അവർ വീട് മേടിച്ചു. അവിടെ താമസമാക്കി. ഞാനും കൂടെ ഒടുവിൽ അവരുടെ കൂടെ അങ്ങ് താമസമാക്കി. അനിയൻ്റെ കൂടെ തന്നെ താമസമാക്കി. ഭാര്യ വരുമ്പോൾ അനിയൻ്റെ കൂടെ ഞങ്ങൾ താമസം. അവിടെ നിന്നുകൊണ്ട് തന്നെ അന്നേരം ആ സമയത്തേക്ക് എനിക്ക് ജോലിയൊക്കെ ചെയ്ത് നല്ല പൈസയൊക്കെ ആയി. എനിക്ക് ആദ്യം പൈസ ചിലവൊന്നുമില്ല. പെങ്ങളുടെ കൂടെ ആയിരുന്നതുകൊണ്ട് പൈസയൊന്നും പ്രത്യേക ചിലവൊന്നുമില്ലായിരുന്നു. അനിയൻ്റെ കൂടെ ചെന്നപ്പോഴും വലിയ ചിലവൊന്നുമില്ല. ഞാൻ അന്ന് ചുമ്മാതെ പൈസ വേസ്റ്റ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. കിട്ടുന്ന വാരി ചിലവൊക്കത്തില്ല. സേവ് ചെയ്തു. വണ്ടിയെല്ലാം അന്ന് പുത്തൻ വണ്ടിയെല്ലാം മേടിച്ചു, പെയ്ഡ് ഓഫ് ആക്കി. അതിനൊക്കെ മുഴുവൻ പൈസ കൊടുത്തു. സേവ് ചെയ്യുമായിരുന്നു ഇഷ്ടം പോലെ പൈസ ഒക്കെ കയ്യിലുണ്ടായി. ഭാര്യ വന്നു, ഒരു 5-6 മാസം എടുത്തു കാണും. ഞാൻ സ്വന്തമായിട്ട് വീട് മേടിച്ചു. ഭാര്യ വന്ന് പരീക്ഷ എഴുതുക. 2 വർഷം എടുത്ത് പരീക്ഷ എഴുതി പാസ്സാകാൻ. പരീക്ഷ ജോലിക്കൊന്നും വിട്ടില്ല, ഞാൻ മാത്രം ജോലി ചെയ്തു. അവള് ആ സമയത്ത് മോനുണ്ടായി. ഇവിടെ വന്ന് നാട്ടിൽ നിന്ന് മോളുണ്ടായി. അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പം മോനും ഉണ്ടായി.
98 ഞാൻ വീട് മേടിച്ചു, സ്വന്തമായിട്ട് വീട് മേടിച്ചു. അതിനും പൈസയൊക്കെ കയ്യിലുണ്ടായിരുന്നു ഇഷ്ടം പോലെ. 1-2 വർഷത്തിനകത്ത് ഞാൻ അതും പെയ്ഡ് ഓഫ് ആക്കി. അന്ന് വീട് മേടിച്ച ഇന്നും ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്, ഷുഗർലാൻഡിൽ. മോനെ 99 ഞങ്ങൾ എല്ലാം വീട് അപ്പുറേ ഇപ്പുറേ എല്ലാവരും താമസിച്ചുകൊണ്ടിരിക്കുന്ന അന്ന്. ഇന്നും അതുപോലെ തന്നെയാ. അവർ പുതിയ വീട്ടിൽ പോയി, ഞാൻ പഴയ വീട്ടിൽ തന്നെ താമസിക്കുന്നു. അങ്ങനെ ദൈവം അത്ഭുതമായിട്ട് നടത്തി. ഭാര്യ വന്നു, 2 വർഷത്തോളം അവൾ പഠിച്ചുകൊണ്ടിരുന്നു. വഴിയിൽ എക്സാം പാസ്സായി. അത് കഴിഞ്ഞിട്ട് അവൾ ബെൻഡാബിൽ പോയി ജോലിക്ക് കയറി. ഞാൻ അങ്ങനെ പവളിൽ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇൻസ്പോസസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് പള്ളിയിലെ കൂട്ടായ്മകളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നു. ഞങ്ങൾക്ക് വേറെയും കൂട്ടായ്മകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ ബന്ധുക്കൂസുകാരെ വിളിച്ച ഒരു കൂട്ടായ്മ നടത്തിയപ്പോൾ നമ്മുടെ ഉപ്പാപ്പനൊന്നും അത് ഇഷ്ടമായില്ല. CSI കാരുടെ വീട്ടിൽ ബന്ധുക്കൂസുകാരെ വിളിച്ച കൂട്ടായ്മ നടത്തുന്നത്. നേരം ഞാനത് പള്ളിയിൽ പറഞ്ഞപ്പോൾ, ഇതുപോലെ എൻ്റെ വീട്ടിൽ കൂട്ടായ്മയുണ്ടോ, എല്ലാവരും വരണമെന്ന് പറഞ്ഞപ്പോൾ സ്റ്റീഫൻ ജോർജിനെ വിളിച്ച ആ കൂട്ടായ്മ നടത്തിയത്. നേരെ അതിൻ്റെതായ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ദൈവത്തിന്റെ കൂട്ടായ്മകൾ ഇന്ന സഭയിൽ നിന്ന് ഞാനിതെല്ലാം കണ്ടു വളർന്നതാണ്. പെന്തക്കോസ്തുകാരുടെ കൂട്ടായ്മയും ദൈവത്തിന്റെ പ്രവൃത്തിയും ഞാൻ അനുഭവിച്ചതാണ്. ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലെ പ്രയാസങ്ങള് മന്ത്രവാദത്തിന്റെ ശക്തി കടന്നപ്പോൾ പെന്തക്കോസ്തിലെ സഹോദരി വന്ന് പ്രാർത്ഥിച്ചപ്പെടാ പൈശാചിക ശക്തി വിട്ടുപോയത്. അതുകൊണ്ട് എനിക്ക് സഭയല്ല വലുത്, ദൈവമാ വലുത്. ഞാൻ സഭയേക്കാൾ അധികമായി ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവമക്കളെ സ്നേഹിക്കുന്നു. അങ്ങനെ സ്റ്റീഫൻ ജോർജിനെ വിളിച്ച് വീട്ടില് പ്രാർത്ഥന കൂട്ടായ്മ നടത്തിയതിന് പാപ്പന് പിണക്കം വന്നു. ഞാൻ പള്ളി കയറി പറഞ്ഞതുപോലെ, ഞാൻ അന്നിടയ്ക്ക് അച്ഛനില്ലാത്തപ്പോ ഞാനായിരുന്നു ആരാധനയൊക്കെ എടുത്തോണ്ടിരുന്നത്. പാപ്പൻ പറഞ്ഞു, നീ എന്തിനാടാ പള്ളി പറഞ്ഞത് അത് കൂട്ടായ്മ ഉണ്ടെന്ന്? ഞാൻ പറഞ്ഞു, ഇനിയും ഞാൻ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉപ്പാപ്പനുമായിട്ട് ഒരു പ്രയാസമായി. പള്ളിയില് ഞാൻ പറയും, കൂട്ടായ്മ എനിക്ക് നടത്താൻ വയ്യെങ്കിൽ പിന്നെ ഞാൻ പള്ളിയിൽ പറയും. അന്ന് തൊട്ട് പള്ളി പോക്ക് അങ്ങ് നിർത്തിയാന്. വീട്ടിൽ തന്നെ ഭാര്യയും പിള്ളേരെയും അമ്മയുണ്ട്, വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയങ്ങളിലൊക്കെ അതിനു മുമ്പ് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ തന്നെ പള്ളിയിലൊക്കെ, അവിടെ റെന്റിനെടുത്ത പള്ളിയിൽ ചെല്ലാലെങ്കിൽ CSIക്കാർ നടത്തിക്കൊണ്ടിരുന്നത് തന്നെ ഒരു പള്ളി വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെയും കൂടെ ആയപ്പം ദൈവത്തിന്റെ ആലോചന തന്നെ വന്നു. സ്വന്തമായിട്ടൊരു പള്ളി പണിയണം, സ്ഥലം മേടിക്കണം. ആ സമയത്ത് ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ വീടിന്റെ അടിയിലത്തെ 5-6 മാസത്തോളം ഞങ്ങളുടെ അടുത്തുള്ള സ്ഥലങ്ങൾ മുഴുവൻ പോയി നോക്കി. പള്ളി പണിയാനൊരു സ്ഥലം വേണം. അവിടെ എങ്ങും സ്ഥലം കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഗ്രീൻ ഷീറ്റിൽ കണ്ടു 10 ഏക്കർ പ്ലോട്ട് തിരിച്ചു കിടക്കുന്നു. ബീസിലി സ്ഥലം എവിടാന്ന് പോലും അടുത്തില്ല. ഞാനത് കണ്ടപ്പോൾ ഓർത്തു, വലിയ മലയുടെ മണ്ടയായിരിക്കും, കറണ്ടൊന്നും കാണത്തില്ലായിരിക്കും. എന്നാലും ആലോചന വന്നു, മേടിക്കാമെന്ന്. അങ്ങനെ ഗ്രീൻ ഷീറ്റ് കണ്ടു. അവിടെ വിളിച്ച് ചോദിച്ച് അഡ്രസ്സൊക്കെ ഇട്ട് വന്ന് നോക്കിയപ്പോൾ ബീസിലിയിലാണ്. ബീസിലി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഷുഗർലാൻഡ് വീട്ടിൽ നിന്ന് 27 മൈൽ ദൂരം, അരമണിക്കൂറിൻ്റെ ഇവിടെ വരും. ഫ്രീവേയിലെ 59 ഫ്രീവേ കയറിയാൽ ഒരു സ്റ്റോപ്പുമില്ല. സ്ട്രെയിറ്റ് പള്ളിയുടെ മുന്നേ വന്ന് നിർത്തിയാൽ, ഗേറ്റിലവിടെ വന്ന് നിർത്തിയാൽ മതി. വീട്ടിൽ നിന്ന് അരമണിക്കൂർ കൊണ്ട് ഇവിടെ വരും. ഒരു ഫാം ആയിരുന്നു ഇത്. ഇവിടെങ്ങും അധികം വീടുകളൊന്നും ഇല്ലായിരുന്നു, മുഴുവൻ കൃഷി സ്ഥലങ്ങൾ. അതിനകത്ത് 100 ഏക്കർ സ്ഥലം 10 ഏക്കറായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടിരിക്കുക. 2 കൊല്ലത്തോളം കിടന്ന് ആരും മേടിച്ചിട്ടില്ല. ഞാൻ ആദ്യം വന്ന് നോക്കുന്നേ. ഞാൻ വന്നപ്പോൾ എനിക്കൊരു വീട് വെക്കാൻ, പള്ളി വെക്കാനുള്ള സ്ഥലം മതി, 10 ഏക്കർ മേടിക്കാമെന്ന് ഓർത്തു. അമ്പോഴ് എൻ്റെ പെങ്ങളെ അളിയന് ജേക്കബൊക്കെ കൂടെ വന്നു, അവർക്കും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ കൂടിയിട്ട് 20 ഏക്കറിന്റെ 2 പ്ലോട്ട് മേടിച്ചു. 20 ഏക്കർ സ്ഥലം, 5 ഏക്കർ അദ്ദേഹത്തിന്, 15 ഏക്കർ എനിക്കും. അങ്ങനെയാണ് അതിന്റെ. ഒരു പെങ്ങളും വേണമെന്നൊക്കെ പറഞ്ഞു. കുറെ പൈസ തന്നായിരുന്നു. പിന്നെ ഞാൻ പൈസ ഒന്നും അവർ തന്നില്ല, അതങ്ങ് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ 15 ഏക്കർ എനിക്കും. ഞാൻ അങ്ങള് വന്നു, ആ സ്ഥലം മേടിച്ചു. അവിടെ അകത്തൊരു ഷെഡൊക്കെ വെച്ചു. പിന്നെ പള്ളിയുടെ കാര്യം പണിയാനുള്ള പരിപാടികൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. ആ ഷെഡിനകത്ത് ഞങ്ങൾ ആരാധന തുടങ്ങി. ഷെഡിനകത്ത് ആരാധന ആദ്യം വീട്ടിലൊക്കെ ഇരുന്നേലും ഷെഡ് ഉണ്ടാക്കി, ഷെഡെല്ലാം അടച്ചു കെട്ടി നല്ലപോലെ ഒരു പരുവാക്കിയിട്ട്, കറണ്ടൊന്നുമില്ല. ഞാനും
ഭാര്യയും പിള്ളേരും കുഞ്ഞുങ്ങളത് അന്ന് അതിനകത്തിരുന്ന് എല്ലാ സൺഡേയിലും വന്ന് ആരാധിക്കും. തണുപ്പുള്ള സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, 4 പേരും കൂടെ ഒരു ബ്ലാങ്കറ്റിനകത്ത് അങ്ങ് പൊതിഞ്ഞിരുന്ന് ആരാധിക്കുന്നത്. ഭയങ്കര തണുപ്പ്, കുഞ്ഞു പിള്ളേര്. ചൂട് സമയത്ത് ഭയങ്കര ചൂട്. ജോഷുവ മോനെ കുഞ്ഞ, അവനുടുപ്പെല്ലാം കൂരി കളഞ്ഞിട്ട് നടക്കുന്ന ചൂട് കൊണ്ട്. അങ്ങനെ ഞങ്ങള് വളരെ വർഷങ്ങള് ആ ഷെഡിനകത്തിരുന്ന് ആരാധിച്ചു. ആ സമയത്ത് പള്ളി പണിയാനുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പവലിയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ദൈവത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സമയത്ത് കാര്യങ്ങളൊക്കെ ദൈവം ക്രമീകരിച്ചുകൊണ്ടിരുന്നു. ഇവിടെ വെല്ലൊക്കെ ഉണ്ടാക്കി, റോഡുകൾക്കൊക്കെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഒരു സഹോദരൻ ഞങ്ങളുടെ കൂടെയുള്ള ജോണി എന്ന് പറയുന്ന ഒരാള്, പുള്ളി ഇപ്പം ഇൻസ്പെക്ടറായിട്ട് പവലി ജോലി ചെയ്യുവാണ്. അദ്ദേഹം അവര് പള്ളി പണിയാനായിട്ട് ഒരു പ്ലാനൊക്കെ, ഒരു പള്ളി കമ്പനി സ്റ്റീൽ ബിൽഡിങ്ങിന്റെ ഒരു അഡ്രസ്സും അതിന്റെ ഡ്രോയിങ്ങുകളും എല്ലാം കൂടെ എൻ്റെ കൈ കൊടുത്തു. അവര് പള്ളി പണിയാനായിട്ട് മേടിച്ചത്, അവര് പള്ളി വേറെ മേടിക്കുകയും ചെയ്തു. അന്നേരം അത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പിന്നെ കമ്പനിയിൽ ഒരു വലിയ ബിൽഡിങ് പണിതോ, ഈ സബ്സ്റ്റേഷന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ബിൽഡിങ് പണിതോ, അങ്ങ് ഏതോ ഒരു ട്രബിള് വന്നു, അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അത് സ്ക്രാപ്പാക്കി കളഞ്ഞു. അന്നേരം അതെടുത്ത് ട്രാഷി കളയുക, അത് മുഴുവൻ സ്ക്രാപ്പായി പോവുക, ഒന്നും ഉപയോഗിക്കത്തില്ല. ഒത്തിരി ബിൽഡിങ്ങിന്റെ മുഴുവൻ സാധനം. ഞാൻ ചെന്നാട് വൈസ് പ്രസിഡന്റ് പറഞ്ഞു, എനിക്ക് പള്ളി പണിയാൻ അത് വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എല്ലാം കളഞ്ഞല്ലോ, അത് കൊണ്ടുപോയില്ലേ, നീ എടുത്തോളാൻ പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഡംസ്റ്ററിൽ കൊണ്ട് ചാടിച്ചിട്ടിരിക്കാതെ മൊത്തം കൂടെ വലിയ ഡംസ്റ്ററിനകത്ത് ഒരു ബിൽഡിങ്ങിന്റെ മുഴുവൻ സാധനം. ഞാൻ പറഞ്ഞു, എനിക്ക് വേണം, കൊണ്ടുപോകാൻ പറഞ്ഞു. അതിനു മുമ്പ് തന്നെ എനിക്ക് ട്രാക്ടറും ട്രെയിലറും ഒക്കെ ഉണ്ട്, കാര്യം സ്ഥലം മേടിച്ചതിന് വേണ്ടി. ഞാനെല്ലാം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരോടും പറഞ്ഞു, വീട്ടിൽ വന്ന് ട്രെയിലറുമായിട്ട് ചെന്നിട്ട്, വലിയ ട്രക്കും ട്രെയിലറും എല്ലാം അന്ന് കയ്യിലുണ്ട്. കർത്താവെല്ലാം അത്ഭുതമായിട്ട് നടത്തി. ട്രാക്ടറും ട്രക്കും ഒക്കെ മേടിച്ച വലിയ സംഭവങ്ങളുണ്ട്. കർത്താവിന്റെ നടത്തിപ്പാ ഇതെല്ലാം. കർത്താവ് പണ്ടേ ഇതെല്ലാം കരുതിക്കൊണ്ടേയിരുന്നു. എനിക്ക് ഈ സാധനങ്ങളെ കൊണ്ടുപോകാൻ ട്രെയിലർ വേണമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ട്രെയിലർ വലിക്കാനായിട്ട് വലിയ ട്രക്ക് വേണമെന്ന് അറിയാമായിരുന്നു. ഞാൻ കൊച്ചു ട്രക്ക് മേടിക്കാൻ പോയതിനെ കൊണ്ട് ദൈവം എനിക്ക് വലിയ ട്രക്ക് മേടിക്കാൻ അന്ന് ആലോചന തന്നത്. എല്ലാം ദൈവം അത്ഭുതമായിട്ടാണ് ചെയ്തത്. ഞാൻ വീട്ടിൽ വന്ന ട്രെയിലർ വീട് മേടിക്കുമ്പോൾ തന്നെ ഒത്തിരി വീട് നോക്കിയാലും എനിക്ക് ദൈവം തന്ന വീടെന്ന് പറയുന്നത് വീടിന്റെ സൈഡിൽ ട്രെയിലർ ഇടാവുന്ന ഒരു വീട്, ഒരു കള്ളിസാക്കിലെ വീട്. അതിന്റെ സൈഡിൽ ആരോ ബോട്ട് ഇടാനായിട്ട് ഉപയോഗിച്ചിരുന്നാന്ന് തോന്നുന്നു. ഇപ്പോഴും അത് അവിടെ ട്രെയിലർ അവിടെ തന്നെ കിടക്കുന്നത്. ദൈവം എനിക്ക് വീട് തന്നപ്പോൾ ട്രെയിലർ ഇടാനുള്ള സ്ഥലം കൂടെ കൂടിയാ തന്നത്. അന്ന് ട്രെയിലർ എവിടാ മേടിക്കുമെന്ന് പോലും അറിയത്തില്ല. നേരം കർത്താവ് ഇതെല്ലാം പണ്ടേ കണ്ടു. ഞാൻ വന്ന ട്രെയിലറൊക്കെ എടുത്തോണ്ട് വന്ന ഈ സാധനം മുഴുവൻ എൻ്റെ കമ്പനിയിൽ കൂടെ ജോലി എല്ലാം നല്ല മനുഷ്യരായിരുന്നു. മലയാളികളെല്ലാം വളരെ സ്നേഹത്തോടെ എന്നെ സഹായിച്ചു വന്ന ഈ സാധനങ്ങൾ മുഴുവൻ ട്രെയിലറെ കയറി പല ട്രിപ്പായിട്ട് കൊണ്ടുവന്നു. ഞങ്ങൾ ഇത് കയറ്റാൻ പോകുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, 1 കൊല്ലത്തിന് മുമ്പ് അവിടെ സേവ് ചെയ്തുകൊണ്ടിരുന്ന ഹാർഡ്വെയർ എല്ലാം കൂടെ ഒരു മനുഷ്യൻ ഫോർക്ക് ലിഫ്റ്റിൽ എടുത്ത് അത് മൊത്തത്തിൽ കൊണ്ട് ഈ ഡംസ്റ്ററിനകത്തോട്ട് മറിക്കുന്നു. ഞങ്ങൾ കൊണ്ടുപോകാൻ്റെ ഡംസ്റ്ററിനകത്തോട്ട് ഈ സാധനങ്ങളെല്ലാം കൂടെ കൊണ്ട് അതിനകത്ത് കൊണ്ട് കമത്തിയിടുന്നത് എനിക്ക് കൊണ്ടുപോകാനുള്ളത്. ദൈവം ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങള്. പിന്നീട് ഇവിടെ വന്നതെല്ലാം ഞങ്ങൾ അത് മുഴുവൻ, ഞാൻ പറഞ്ഞു ഉള്ളത് കിട്ടുന്ന മുഴുവൻ കയറ്റിക്കോളാൻ പറഞ്ഞു ട്രക്കിനകത്തോട്ട്, ട്രക്കിലോ ട്രെയിലറിലോട്ട്. അങ്ങനെ കൂട്ടുകാരെല്ലാം, പ്രത്യേകം ഞാനിപ്പോഴും ഓർക്കും, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അന്ന് സാം സക്കറി എന്ന് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഷൂ ഒക്കെ ഇട്ട് പറഞ്ഞു, എൻ്റെ ഷൂ മുഴുവൻ പോയി, വെള്ളമാ ഡ്രംസറിനകത്ത്. അതോടെ അതിനകത്ത് ഇറങ്ങി നിന്ന് ഇതെല്ലാം പിടിച്ച് എൻ്റെ ഷൂ മുഴുവൻ വെള്ളത്തിൽ മുങ്ങിപ്പോയി എന്ന് പറഞ്ഞു. അതുപോലെ എൻ്റെ അവിടെ എല്ലാം കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഹെൽപ്പ് ചെയ്തു. എല്ലാവരും കൂടെ കൂടി ഈ സാധനങ്ങൾ മുഴുവൻ കയറ്റി ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ട് ബാക്കിയാടി കൊണ്ട് നിറച്ചു വെച്ച് സാധനങ്ങളെല്ലാം. അന്ന് ഈ സ്ഥലം മേടിച്ചത് അന്നോടെ ഗേറ്റ് ഒന്നും ഇല്ലാതെ കിടക്കുമായിരുന്നു, ഓപ്പൺ ആയിട്ട് കിടക്കൊണ്ട് ഇവിടെ കൊണ്ട് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് പോയി. പിന്നീട് പള്ളി പണിയുമ്പോൾ ഞാൻ വേറെ ബിൽഡിംഗ് ആണ്, പള്ളിക്ക് വേണ്ടി ഫുൾ ബിൽഡിംഗ് വേറെ മേടിക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഭയം ലേശം വേണ്ടിനിയും മമ യേശു എന്നഭയം
വാൻ തോമ്പ നേരത്തിലും യേശുതാൻ എന്നോടിരിക്കും. വാൻ തുമ്പ നേരത്തിലും യേശുതാൻ എന്നോടിരിക്കും. കൺമണി പോലെന്നെ സൂക്ഷിച്ചു, ഉള്ളം കയ്യിലെന്നെ വരച്ചു. കൺമണി പോലെന്നെ സൂക്ഷിച്ചു, ഉള്ളം കയ്യിലെന്നെ വരച്ചു. ആരനറിയാതെ ഒന്നും വന്നതില്ല, പെരുമാറി ചാരിടും ഞാൻ. ആരനറിയാതെ ഒന്നും വന്നതില്ല, പെരുമാറി ചാരിടും ഞാൻ. ഭയം ലേശം വേണ്ടിയോ, മമ യേശു എന്നഭയം. വാൻ തുമ്പ നേരത്തിലും യേശുതാൻ എന്നോടിരിക്കും. വാൻ തുമ്പ നേരത്തിലും യേശുതാൻ എന്നോടിരിക്കും. കർത്തനോടൊത്തു ഞാൻ നടന്നു, നിത്യശാന്തി എന്നിൽ പകർന്നു. കർത്തനോടൊത്തു ഞാൻ നടന്നു, നിത്യശാന്തി എന്നിൽ പകർന്നു. വെളിപ്പാടിനാൽ ദിനവും വിശുദ്ധമാം വഴികളിൽ നയിച്ചിടുമേ. വെളിപ്പാടിനാൽ ദിനവും വിശുദ്ധമാം വഴികളിൽ നയിച്ചിടുമേ. ഭയം ലേശം വേണ്ടിയോ, മമ യേശു എന്നഭയം. വാൻ തുമ്പ നേരത്തിലും യേശുതാൻ എന്നോടിരിക്കും. വാൻ തുമ്പ നേരത്തിലും യേശുതാൻ എന്നോടിരിക്കും. കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വന്നാലും, യോർദാൻ കരകവിഞ്ഞൊഴുകിയാലും. കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വന്നാലും, യോർദാൻ കരകവിഞ്ഞൊഴുകിയാലും. എലിയാവിൻ ദൈവത്താൽ ശത്രുവിന്മേൽ ദയാപേരി മുഴക്കിടുമേ. എലിയാവിൻ ദൈവത്താൽ ശത്രുവിന്മേൽ ദയാപേരി മുഴക്കിടുമേ. ഭയം ലേശം വേണ്ടിയോ, മമ യേശു എന്നഭയം. വാൻ തുമ്പ നേരത്തിലും യേശുതാൻ എന്നോടിരിക്കും. വാൻ തുമ്പ നേരത്തിലും യേശുതാൻ എന്നോടിരിക്കും. എത്രയോ അത്ഭുത നന്മകൾ കർത്തൻ ചെയ്തതു നിനക്കിടുകൾ. എത്രയോ അത്ഭുത നന്മകൾ കർത്തൻ ചെയ്തതു നിനക്കിടുകൾ. ഇതുവരെ ശുഭമായി നടത്തിയോൻ ഇനിമേലും നടത്തിയിടുമേ. ഇതുവരെ ശുഭമായി നടത്തിയോൻ ഇനിമേലും നടത്തിയിടുമേ. ഭയം ലേശം വേണ്ടിയും, മമ യേശു എന്നഭയം. വാൻ തുമ്പ നേരത്തിലും യേശുതാൻ എന്നോടിരിക്കും. വാൻ തുമ്പ നേരത്തിലും യേശുതാൻ എന്നോടിരിക്കും. കമ്പനിയിൽ നിന്നും ഒരു ബിൽഡിങ്ങിന്റെ മുഴുവൻ സാധനവും ദൈവം അത്ഭുതമായിട്ട് തന്നു. നേരെ ഞാൻ പറഞ്ഞു, അവിടെ ഹാർഡ്വെയർ സ്റ്റോക്ക് ചെയ്തിരുന്നെല്ലാം കൂടെ ഡംസ്റ്ററിനകത്ത് അന്നേരം ഞങ്ങൾ നോക്കി നിൽക്കുമ്പോഴാണ് ഒരാൾ കൊണ്ട് ഡംസ്റ്ററിനകത്ത് ഡംപ് ചെയ്യുകയാണ്. അവിടെ ഇരുന്ന് ഒരു കൊല്ലം മുഴുവൻ അവർ സേവ് ചെയ്ത് വെച്ചിരുന്ന ഹാർഡ്വെയർ എല്ലാം കൂടെ. പിന്നീട് ഞാൻ ഈ പള്ളി പണിയുമ്പോൾ നോക്കുമ്പോൾ ഓരോരോ കെട്ട് സാധനങ്ങൾ നോക്കുമ്പോൾ എനിക്ക് വേണ്ടിയ സാധനങ്ങൾ ബഞ്ചായിട്ട് പാക്ക് ചെയ്ത് കെട്ടിയ ഹാർഡ്വെയറുകൾ അതിനകത്തുണ്ടായിരുന്നു. ഞാൻ ബാത്റൂം പണിയുന്ന പള്ളി മെയിൻ ബിൽഡിങ്ങിനോട് പുറത്താണ്. അതിനുപയോഗിച്ച സാധനങ്ങളൊക്കെ ബാത്റൂമിന് റൂഫ് ഇടാനും അതിൻ്റെ സപ്പോർട്ടുകളൊക്കെ ഒത്തിരി സാധനം ഈ കമ്പനിയിൽ നിന്ന് കിട്ടിയ സാധനം ഉപയോഗിച്ചത്. മെയിൻ ബിൽഡിങ്ങിന് വേണ്ടി ഞാൻ വേറെ കമ്പനിയിൽ നിന്ന് പ്രീ ഫാബ്രിക്കേറ്റഡ് ബിൽഡിങ് മേടിച്ചു. അതിൻ്റെ കാര്യം ഞാൻ പറയാം. നേരെ ഈ ഡംസ്റ്ററിൽ കൊണ്ടിട്ട് ഹാർഡ്വെയറെല്ലാം കൂടെ
എനിക്ക് ഒത്തിരി വേണ്ടിയ സാധനങ്ങൾ ദൈവം മുന്നമേ കരുതി തന്നിരുന്നു. ഞാൻ ഓർക്കും, ഒരു എഞ്ചിനീയർ പ്രത്യേക പ്ലാൻ ചെയ്ത് ഓർഡർ ചെയ്താൽ കിട്ടുന്ന സാധനം പോലെ അതിലേക്കാട്ടിൽ കറക്റ്റായിട്ട് വേണ്ടിയതെല്ലാം ദൈവം മുന്നേ കരുതി എനിക്ക് വേണ്ടി തന്നയച്ചു. ഈ പള്ളിയുടെ പണിതത് ഞാൻ ഒരാള് പണിതെങ്കിലും ദൈവത്തിന്റെ കരുമ സഖ്യയിലത് നടത്തിയത്, എല്ലാം കർത്താവാണ് നടത്തിയത്. എൻ്റെ കഴിവ് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയാണ് ദൈവം ചെയ്തത് കൊണ്ട് സാധ്യമായി. നേരം ഈ സാധനങ്ങൾ, ബിൽഡിങ്ങിന്റെ സാധനങ്ങളെല്ലാം കിട്ടി. ഉടനെ തന്നെ ഞാനിനിയും വളരെ ഉത്സാഹമായി അപ്പോഴേക്ക് തന്നെയും പള്ളി പണിയുക, ഉടനെ തന്നെ പണിയുക, കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. ഉടനെ തന്നെ ഞങ്ങളുടെ ബന്ധത്തിലുള്ള ആളാണ് ഈട്ടിക്കിളച്ചെന്ന് ഞങ്ങൾ പറയും, എം.ഒ. ജേക്കബ്. അദ്ദേഹം ഇന്ന് മരിച്ചുപോയി. അദ്ദേഹം തന്നെ ന്യൂയോർക്കിലുണ്ട്. അദ്ദേഹത്തിനെ വിളിച്ചാൽ നമുക്ക് പള്ളിക്ക് ഫൗണ്ടേഷൻ കല്ലിടണം, അച്ഛൻ വരണം. ഉടനെ അതിനു മുമ്പ് ഞങ്ങളുടെ അമ്മ മരിച്ചുപോയി. 2004 ഞങ്ങൾ ഈ സ്ഥലം മേടിക്കുന്നത്. 2003 സ്ഥലം മേടിച്ചു. 2004 അമ്മ മരിക്കുന്നു. 2003 മാർച്ച് ആ സമയത്തോടെ ഈ സ്ഥലങ്ങൾ മേടിക്കുന്നത്. അതിനുമുമ്പ് അമ്മ മരിച്ചു. ഞാൻ പറയാൻ കാര്യം, അമ്മ മരിച്ചപ്പോൾ ഞങ്ങള് സജിയച്ചനുമായിട്ട് പരിചയമാണ്. സജിയച്ചൻ എന്ന CSI സെന്റ് തോമസ് CSI അച്ഛനായിരിക്കുമ്പോഴാണ്. അന്ന് അമ്മയുടെ ഫ്യൂണറൽ വന്നപ്പോൾ ആ സജിയച്ചനുമായിട്ടുള്ള പരിചയം. അന്ന് തൊട്ട് സജിയച്ചൻ എൻ്റെ ഫ്രണ്ടായി തീർന്നു. ഞങ്ങളുടെ വീട്ടിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. നേരെ അദ്ദേഹത്തിനെ വിളിച്ചു പള്ളിയുടെ തറക്കല്ലിടാനായിട്ട്. എം.ഒ. ജേക്കബ് അച്ഛനും സജിയച്ചനും കൂടെ വന്നു. ഞങ്ങളെ വീട്ടുകാരെയും വേണ്ടപ്പെട്ടവരെയും ഞങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചു. ഞങ്ങള് ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടു. അത്ഭുതമായിട്ട് കർത്താവ് അതിനൊക്കെ സഹായിച്ചു. എന്നിട്ട് അന്ന് തൊട്ട് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ ഫ്രണ്ട് കമ്പനിയുടെ ഡ്രോയിങ് എല്ലാം കൊണ്ട് തന്നു. ഒരു ബിൽഡിങ്ങിന്റെ കമ്പനിയുടെ ഈ മിനസോട്ടയിലുള്ള കമ്പനി, മിനിയാപോളിസ് ആണെന്ന് തോന്നുന്നു, മിനിയാപോളിസ്, അവിടെയുള്ള ഒരു കമ്പനിയാണ്. ഈ ബിൽഡിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മെയിൻ ബീമുകളെല്ലാം, മെയിൻ ആയിട്ടുള്ള സപ്പോർട്ടുകളെല്ലാം സ്റ്റീലാണ്, ബാക്കിയെല്ലാം വുഡാണ്, റൂഫൊക്കെ സ്റ്റീല്. ഇതിന് പ്രീ ഫാബ്രിക്കേറ്റഡ് ബിൽഡിംഗ് ആണിത്. ഇവിടെ കൊണ്ട് അസംബ്ലി ചെയ്താൽ മതി. തടിയെല്ലാം നമ്മൾ മേടിക്കണം, ഡ്രോയിങ് എല്ലാം അവർ തരും. ഇതിന്റെ എല്ലാ അപ്രൂവ്ഡ് ഡ്രോയിങ്ങുകൾ തരും. മെയിൻ ആയിട്ടുള്ള സ്റ്റീലുകൾ മുഴുവൻ അവർ സപ്ലൈ ചെയ്യും. തടിയെല്ലാം ലോക്കലായിട്ട് മേടിക്കണം. തന്നെ ഒന്നും വെൽഡിങ് ഒന്നുമില്ല, ബോൾട്ട് ജോട്ട് ജോയിൻ ചെയ്താൽ മതി. എല്ലാം ഫൗണ്ടേഷനെല്ലാം ഇട്ട്, ഫൗണ്ടേഷനിൽ എല്ലാം ഡ്രോയിങ്ങുകളുണ്ട്, നമ്മൾ തന്നെ ഉണ്ടാക്കണം എല്ലാം. അങ്ങനെയുള്ള ഒരു ബിൽഡിംഗ് ആണ്. ദൈവം ഇതെല്ലാം അത്ഭുതമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു ഇങ്ങനെ ഒരു ബിൽഡിംഗ് മേടിക്കുവാൻ. ഞാനത് ഓർഡർ ചെയ്തപ്പം തന്നെ ഡ്രോയിങ് വീട്ടിൽ വന്നപ്പോൾ പൈസ കൊടുത്തു. 10,000 രൂപ അഡ്വാൻസ് കൊടുത്തു, $. അതിന്റെ ഡ്രോയിങ് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് അത് പറഞ്ഞ പോലെ ഡോറ് സെന്ററിലൊന്നുമില്ല. ഡോറ് എനിക്ക് ഒന്നാമത്തെ കാര്യം ഇത്രയും പൈസ കൊടുത്തു, ഒരു തീരുമാനമില്ല. ഞാൻ ഓർത്ത് വിളിച്ചങ്ങ് ക്യാൻസൽ ആക്കി കളയാമെന്ന് ഓർത്തു. രാവിലെ വിളിക്കാൻ നോക്കിയപ്പോഴത്തേന് അതിനു മുമ്പ് അവർ ആ പൈസ മാറി കളഞ്ഞു. പൈസ ഞാൻ അയച്ചായിരുന്നു, ചെക്ക് അയച്ചു കൊടുത്തായിരുന്നു, അവരതിനു മുമ്പ് മാറി. എന്നാ പിന്നെ അത് തന്നെ ആട്ടെന്ന് വരിച്ചു. വിളിച്ചവരെ വർത്താനൊക്കെ പറഞ്ഞു. പള്ളിക്ക് വേണ്ടി ബിൽഡിങ്ങിന്റെ നടുക്കൂടെ ഡോറുള്ള ചില ചേഞ്ചസ് ഒക്കെ വരുത്തി, ഡ്രോയിങ് കറക്ഷനൊക്കെ ചെയ്ത് നമുക്ക് വേണ്ടിയ പോലെ എല്ലാം ഭംഗിയായിട്ട് ചെയ്തു. അതിന്റെ $40,000 ആ ബിൽഡിങ്ങിന്റെ വില. അത് കൊടുത്ത് ബിൽഡിംഗ് എല്ലാം കൊണ്ടുവന്നു. ഇറക്കാനൊക്കെ ഞാൻ പറഞ്ഞു, എൻ്റെ സാം സക്രിയാണ് ഇവിടെ വന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. അവൻ കമ്പനി ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോ ദൈവം ഓരോരുത്തരെ എടുത്ത് ഉപയോഗിച്ചു. ഞങ്ങൾ ട്രാക്ടറൊക്കെ അതിന് മുമ്പ് വന്നു. മിനിയാപോളിസിൽ നിന്ന് അവിടുന്ന് ട്രക്കിലാണ് വരുന്നേ. പള്ളിയിൽ അവിടെ കൊണ്ടുവന്നിട്ട് അൺലോഡ് ചെയ്യാന് അവരിതുപോലെ കാര്യങ്ങൾ ഫോർക്ക് ലിഫ്റ്റ് വേണം, അല്ലെങ്കിൽ ട്രാക്ടർ എന്ന് പറഞ്ഞ് നമ്മളെ ഇരിക്കുന്ന വലിയ ട്രാക്ടറാ. ഞങ്ങൾ ട്രാക്ടറും കൊണ്ടൊക്കെ വന്നു. അതൊക്കെ ഇതിൻ്റെയൊക്കെ പിന്നെ വലിയ ചരിത്രമുണ്ട്. ഇതെല്ലാം പറയാൻ ഉപയോഗിക്കും, സമയം എടുക്കുന്നില്ല. ഞങ്ങൾ തന്നെ ട്രാക്ടർ കൊണ്ടുവന്ന് ഞങ്ങളുടെ വീട്ടുകാരെല്ലാം സൗകര്യങ്ങളൊക്കെ വന്ന് ട്രെയിലറിൽ നിന്ന്, വലിയ ട്രക്കിൽ നിന്ന്
ഇതെല്ലാം അൺലോഡ് ചെയ്ത് സ്ഥലത്തെല്ലാം ഇറക്കി വെച്ചു. എന്നെ ഹെൽപ്പ് ചെയ്യാന് ഈ സാംസക്രിയായും കൂടെ വന്നിരുന്നു. അങ്ങനെ സാധനമെല്ലാം ഇറക്കി കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ അവര് ഡ്രോയിങ്ങുകളെല്ലാം അയച്ചു തന്നു. ആ ഡ്രോയിങ് ഒക്കെ ആയിട്ട് ഞാൻ എഞ്ചിനീയറിംഗ് ഓഫീസിൽ പോവാ. അവിടെ ഹോസ്റ്റംബർഗില്ല. അവിടെ ചെന്നു ഇതിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ എഴുതി കൊടുത്തു. ഇതിന് പെർമിഷൻ മേടിക്കണം. അപ്പോൾ അവന്റെ അസിസ്റ്റന്റ്, ഈ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു അസിസ്റ്റന്റ് അവിടെ, അദ്ദേഹം ഒരു ലിസ്റ്റിങ് എഴുതുന്നു. അതിന് ഒത്തിരി റിക്വയർമെന്റ്സ്, അതിന്റെ ഡിറ്റൻഷൻ പോണ്ടിന്റെ ഡ്രോയിങ് വേണം, അത് വേണം, ഇത് വേണം, വേറെ ആണ്ടൊക്കെ ഒത്തിരി ഡ്രോയിങ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വലിയൊരു ലിസ്റ്റ് എനിക്ക് എഴുതി തന്നു. ഇത് നോക്കിയപ്പോൾ ഞാനിത് സംഭവം ഇങ്ങനൊന്നും പോകത്തില്ല, നിസ്സാരമായിട്ട് പോകത്തില്ല എന്നോർത്തു. അങ്ങനെ അദ്ദേഹത്തോട് ഇങ്ങനെ വർത്താനം പറഞ്ഞു, അങ്ങനെ വേറെ ഓഫീസിൽ പോകണം, അവരോട് പെർമിഷൻ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന്റെ ഓഫീസിൽ നിന്ന് വലിയ എഞ്ചിനീയർ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. എന്നോട് ചോദിച്ചു എന്താ കാര്യം. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു പള്ളി പണിയാനായിട്ട് സ്ഥലം മേടിച്ചിട്ടിട്ടുണ്ട്, ഡ്രോയിങ് കൊണ്ട് വന്നതാ. അദ്ദേഹം എൻ്റെ കയ്യിൽ നിന്ന് ഡ്രോയിങ് ഒക്കെ മേടിച്ച് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഇദ്ദേഹം ഇതുപോലൊക്കെ പറയുന്നു, വേറെ ഡ്രോയിങ് ഒക്കെ ഉണ്ടാക്കണം, ഡിറ്റൻഷൻ ബോണ്ട് വേണം, അത് വേണം, ഇത് വേണം. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് അവിടെ എത്ര സ്ഥലമുണ്ട്? ഞാൻ പറഞ്ഞു, ഇതുപോലെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഒന്നും വേണ്ട, നീ പോയി ബിൽഡിങ് പണിതോളാൻ പറഞ്ഞു. അവിടെ അദ്ദേഹം ഒരു റിക്വയർമെന്റ്സും ഇല്ലാതെ, ഒരു ഡിറ്റൻഷനും ബോണ്ടും വേണ്ട, ഒന്നും വേണ്ട, അത് അന്നേരം തന്നെ എഞ്ചിനീയറിംഗ് ഓഫീസിൽ നിന്ന് അത് പാസ്സാക്കി തന്നു. ഞാനിവിടെ പറയുന്നത് ദൈവത്തിന്റെ കരം. ആ മനുഷ്യൻ അന്നേരം അവിടെ ഇറങ്ങി വന്നില്ലായിരുന്നെങ്കിൽ മറ്റേ ആ മനുഷ്യൻ പറഞ്ഞ പോലെ ഞാൻ ആ ഓഫീസുകളെല്ലാം കയറി ഇറങ്ങി വേണ്ടാത്തതെല്ലാം ഉണ്ടാക്കേണ്ടിമായിരുന്നു. എന്റെ ദൈവം അതിന് മുന്നമേ കണ്ടിട്ട് അതിന്റെ വലിയ മനുഷ്യനെ ഇങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് അദ്ദേഹം എനിക്ക് വേണ്ടിയതെല്ലാം പറഞ്ഞു തരാൻ തുടങ്ങി. നിങ്ങൾക്ക് ഇവിടുത്തെ എല്ലാം പാസ്സാക്കി. എന്നിട്ട് പിന്നീട് ഫയർ മാർഷലിന്റെ പെർമിഷൻ വേണം. പിന്നെ രണ്ടാമത്തെ ഞാൻ ഇതെല്ലാം കൂടെ കൊണ്ടുപോയി ഇവരുടെ പെർമിഷൻ കിട്ടി, എഞ്ചിനീയറിംഗ് ഓഫീസിൽ നിന്ന് പെർമിഷൻ കിട്ടി. ഫയർ മാർഷലിന്റെ അവിടെ പോയി ഇതിന്റെ ഡ്രോയിങ് എല്ലാം കൂടെ കൊടുത്തപ്പോ അദ്ദേഹം വലിയൊരു ലിസ്റ്റ്, ഫയർ അലാം വേണം, സ്പ്രിംഗ്ലർ സിസ്റ്റം വേണം, ഇതെല്ലാം കൂടെ കാണിച്ച് ഡ്രോയിങ് ഉണ്ടാക്കി കൊണ്ട് കൊടുക്കാൻ. ഈ ബിൽഡിങ്ങിലൂടെ സ്പ്രിംഗ്ലർ സിസ്റ്റം വെക്കണമെങ്കിലോ ഞാൻ ഉണ്ടാക്കിയ ഒരു കിണറിന് ഇവിടെ പബ്ലിക് വാട്ടർ സിസ്റ്റം ഇല്ല, സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരമായത്. നമ്മുടെ സ്വന്തം കിണറുകളാണ് ഉപയോഗിക്കുന്നത്. ചെറിയൊരു കിണറാക്കി നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളമേ കിട്ടൂ. സ്പ്രിംഗ്ലർ സിസ്റ്റം വേണമെങ്കിൽ അതിന് വലിയ ടാങ്കുകളും ഒത്തിരി വെള്ളത്തിന്റെ കാര്യങ്ങളൊക്കെ വേണം. സംഭവം പ്രശ്നമായി. ഇതെല്ലാം കൂടെ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അദ്ദേഹം ഇങ്ങനെ വലിയ ലിസ്റ്റൊക്കെ തന്നു. എനിക്ക് വളരെ പ്രയാസമായി. കർത്താവേ, ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എനിക്കിത് തന്നെ പണിയാൻ പറ്റത്തില്ലെങ്കിൽ എന്തിനാണ് ഇത്രയൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന്. അങ്ങനെ ദൈവത്തോട് ചോദിച്ചു. ഞാനന്ന് എന്നും പ്രാർത്ഥന ഇവിടെ ആ സമയത്തും പകലൊക്കെ ഇവിടെ വന്ന് പണിയുമെങ്കിലും ഓരോരോ കാര്യങ്ങളോട് ചെയ്യും. വൈകിട്ട് പ്രാർത്ഥനയുണ്ട് ഓരോ ദിവസം വീട്ടിൽ. ബുധനാഴ്ച ഞങ്ങളുടെ വീട്ടില് ജോളി ബാബുവിന്റെ വീട്ടിൽ വെച്ച പ്രാർത്ഥന പതിവായിട്ട് ഞങ്ങൾ പ്രാർത്ഥനയുണ്ട്. ഞാനന്ന് വൈകിട്ട് അവിടെ പ്രാർത്ഥനയ്ക്ക് പോയി. ഇന്ന പ്രശ്നമൊക്കെ ഇങ്ങനെയുണ്ട്, പെർമിഷന്റെ കാര്യമായി ഇതുപോലൊക്കെ പറഞ്ഞ് ഞങ്ങളെ പ്രാർത്ഥനയില് വിഷയം വെച്ച് നമ്മളെ ബാബു ഒക്കെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ജോളി എന്നൊരു പാട്ടെടുത്ത് പാടി, ആരാലും അസാധ്യം എന്ന് പറഞ്ഞ് സ്നേഹിതരെല്ലാവരും മാറിപ്പോകും. ആ പാട്ടാണ് ആ ജോളി എന്ന് പാടിയത്. ആ പാട്ട് പാടിയപ്പം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു. ആ പാട്ടൊന്ന് പാടാം.